കഫേ ഡി സ്റ്റോറീസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കഫേ ഡി സ്റ്റോറീസിൽ 2018 പ്രളയം തന്നെയാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഇതിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ തകർത്താണ് ആ വലിയ പ്രളയം കടന്നുപോയത്. അതിൽ നിന്ന് നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പെടാപ്പാടുമായി എല്ലാവരും മുൻപോട്ട് നീങ്ങുമ്പോൾ ഇപ്പോഴും ഇത്രയും നാൾ പിന്നിട്ടിട്ടും കേരളം തരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എങ്ങനെയാണ് മുമ്പോട്ട് നമ്മുടെ പഴയ കേരളത്തെ അല്ലെങ്കിൽ ഒരു പുതിയ കേരളത്തെ നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള ചിന്തയോടെയാണ് എല്ലാവരും നീങ്ങുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു വിഷയം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കൈത്തറി യൂണിറ്റുകളിലൊന്നാണ് ചേന്ദമംഗലത്ത് ഉള്ളത്. എറണാകുളം ജില്ലയിൽ പറവൂരിനടുത്തുള്ള ചേന്ദമംഗലത്തെ കൈത്തറി യൂണിറ്റ് 5 ദിവസത്തോളം ഏകദേശം 8 അടി വെള്ളവും ചേറും ചെളിയും നിറഞ്ഞ് ആ കൈത്തറി യൂണിറ്റുകൾ മുഴുവൻ തകർന്നു പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ അവിടെ 2018 ഓണ വിപണി സ്വപ്നം കണ്ടുകൊണ്ട് നെയ്തെടുത്ത വർണ്ണവൈവിധ്യമുള്ള നിരവധി തുണിത്തരങ്ങൾ മലയാളികൾക്ക് ഉടുത്തൊരുങ്ങാനായി നിർമ്മിച്ചു വെച്ചവയും ഒപ്പം തന്നെ അസംസ്കൃതമായിട്ട് വസ്തുക്കളും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് തുണിത്തരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അവിടെ. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നശിച്ചു പോയി. ആ നശിച്ചു പോയ ചേറിൽ നിന്നും ആ ചേറിൽ നിന്ന് പുനർജനിച്ച ആ ചേറിനെ അതിജീവിച്ച് ആ തുണിത്തരങ്ങളൊക്കെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് കൃത്യമായ രീതിയിൽ അതിനെ രൂപപ്പെടുത്തിയെടുത്ത് ഏകദേശം ഒരു സാരിയിൽ നിന്ന് തന്നെ 1500 രൂപ മുതൽ മുടക്കുള്ള ഒരു സാരിയിൽ നിന്ന് 9000 രൂപ വരെ കളക്ട് ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു പദ്ധതിയുമായിട്ട് 2 പേർ രംഗത്തേക്ക് വരികയാണ്. ശ്രീമതി ലക്ഷ്മി മേനോനും ഒപ്പം ഗോപിനാഥ് പാറയിലും. ഇവർ 2 പേരുമാണ് ഇന്ന് കഫേ ഡി സ്റ്റോറീസിൽ നമ്മളോടൊപ്പം സംവദിക്കാനെത്തുന്നത്. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ചേക്കുട്ടി എന്നാണ് നമ്മൾ ആ ഒരു പാവയെ പറയുന്നത് അല്ലേ. ചേറിനെ അതിജീവിച്ച കുട്ടി ചേക്കുട്ടി, അതാണ് അതിൻ്റെ ഒരു പൊരുളായിട്ട് പറയുന്നത്. ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഇത് ഞങ്ങൾ രണ്ടുപേരും തന്നെ എല്ലാ മലയാളികളെയും പോലെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ക്യൂവിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഞാൻ വയനാട്ടിൽ ഒരു 7 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചേന്ദമംഗലം ഭാഗത്ത്, പറവൂർ ഭാഗത്ത്, പ്രത്യേകിച്ച് കൊച്ചാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രാമങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇൻവോൾവ് ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോയി ഒരു കൊങ്ങാർപിള്ളി എന്ന് പറഞ്ഞൊരു സ്കൂളിൽ 1200ഓളം ആൾക്കാർ 72 മണിക്കൂറുകളായിട്ട് ഒരു സഹായവും കിട്ടാതെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ എത്തിപ്പെടുന്നത് ശരിക്കും യാദൃശികമായിട്ടാണ്. അതായത് അവിടെ ഒരു ക്രാങ്കന്നൂർ എന്ന് പറഞ്ഞിട്ട് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു വളരെ സുന്ദരമായൊരു കുഞ്ഞു റിസോർട്ടുണ്ട്, 12 റൂമുള്ള. IIT ഒക്കെ കഴിഞ്ഞ് വന്ന് ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ഇതിലേക്ക് ഒരുക്കി സ്വസ്ഥമായിട്ടുള്ള ജീവിതം, ഗ്രാമത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലെ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ വന്നിട്ട് റിസോർട്ട് ഉണ്ടാക്കിയ 2 സുഹൃത്തുക്കളുണ്ട് നമുക്ക്, രശ്മിയും വിനോദം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്കും ടെക്സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഇവരെന്നെ രാത്രി വിളിച്ചിട്ട് ഗോവേട്ടന് ഈ വഴി ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് എറണാകുളത്ത് എത്തിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഞാന് വളരെ അവരും ഈ ദുരന്തത്തിൽ അവര് കുടുങ്ങി കിടക്കുക. അപ്പൊ ഞാൻ എന്താ നടക്കണെന്ന് അറിയാതെ വളരെ ആത്മവിശ്വാസത്തോട് കൂടെ ഞാനിതപ്പോ വരാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങി. അപ്പൊ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ വരാപ്പുഴ പാലം കഴിഞ്ഞ് ഉടനെ തന്നെ സൈഡിലുള്ള വീടുകളൊക്കെ ചില അവിടെ ആ സ്ഥിരം ഞാൻ പോകുന്ന റൂട്ടായതുകൊണ്ട് അവിടെ വീടുണ്ടായിരുന്നു എന്നറിയാം. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല. വീടുകളൊക്കെ നമ്മൾ സന്ധ്യക്കൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ല അയ്യോ എന്ത് രസമുള്ളൊരു വീടാണെന്ന് നമ്മൾ കാണുന്ന വീടുകളൊക്കെ അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടു പോകുന്ന സമയത്ത് ഞാൻ വെച്ചോ ഇങ്ങനെ കയ്യും വീശി ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഏഴിക്കര എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. ഏഴിക്കര ഞങ്ങൾക്ക് ഒരു ക്ലൈമറ്റ് ചേഞ്ച് റെസിസ്റ്റന്റ് ഫുഡിന്റെ ഒരു പ്രൊജക്ട് ഉണ്ട് പള്ളിയാക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കൂടെ. അപ്പൊ അവിടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത കുറെ സാധനങ്ങളാണ് കയാക്സ്, അതുപോലെ ലൈഫ് ജാക്കറ്റ്സ്, പിന്നെ അവിടെയുള്ള ആൾക്കാരെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ട് ട്രെയിൻ ചെയ്യാന്നൊക്കെ കൊണ്ട് 2011 തുടങ്ങിയ പ്രൊജക്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, ഗ്ലോബൽ വാർമിംഗ് വരുന്നു, ഉപ്പുവെള്ളം നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും എന്നുള്ളത് അറിയാം. അപ്പൊ ഇത് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്, എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയയിൽ. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഫോക്കസ് വന്നിട്ട് പൊക്കാളി എന്നുള്ളൊരു നെല്ലിനത്തിനെ ഒരു കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റെസിസ്റ്റൻസിനുള്ള ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട്. കാരണം ഇതേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം ഇതേ മാതൃകയിൽ 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പെരിയാറിൽ നിന്ന് ഒലിച്ച് ഇറങ്ങി വന്ന് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ കൊച്ചിൻ ഹാർബർ ഉണ്ടല്ലോ, അതൊക്കെ
നാച്ചുറൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഹാർബറാണ്. അപ്പൊ ആ ഹാർബർ ഇവോൾവ് ചെയ്യുന്നത് ഈ 14ാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കത്തിലാണ്. അപ്പൊ അന്ന് പെരിയാറിൽ നിന്നൊക്കെ മലനിരകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വന്നിട്ട് വെള്ളത്തിൽ വളരേണ്ട ഒരു നെല്ലായത് കാരണം പൊക്കത്തിൽ നിന്ന് ആളുന്ന നെല്ലുമനാണമാണ് പൊക്കാളി. അത് 1.5 മീറ്റർ ഉയരത്തിൽ വളരും. ഉപ്പുവെള്ളം സലിനിറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെല്ലിനമാണ്. അപ്പൊ ഈ പ്രൊജക്ട് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും റെസ്പോൺസിബിൾ ടൂറിസം കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. നമുക്ക് ബ്ലൂ യോണ്ടർ എന്നുകൊണ്ട് ചെറിയൊരു ട്രാവൽ കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഭാഗം, ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ അവിടെ കുറെ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ വിജയൻ എന്ന് പറഞ്ഞ സെക്രട്ടറി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വരികയാണ്, നമ്മുടെ പ്രൊജക്റ്റിൽ നിന്നുള്ള ലൈഫ് ജാക്കറ്റ്, പോഞ്ചോസ്, റെയിൻകോട്ട്, കാരണം ഡ്രൈ ആയിട്ട് ആൾക്കാർ നിൽക്കണല്ലോ, ഇതൊക്കെ ഞാൻ എടുക്കുകയാണ്. പറഞ്ഞു ഞങ്ങളെല്ലാം വെള്ളത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കണം, പക്ഷെ നമ്മുടെ ഓഫീസ് സേഫാണ്, ഗോവി പോയിട്ട് ഇത് എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് കൊച്ചാളിൽ എത്തുന്ന സമയത്താണ് അറിയുന്നത് ഒരു വഴിയില്ല അങ്ങോട്ട് പോകാൻ. അങ്ങനെയാണ് അവിടുത്തെ ഒരു വരാപ്പുഴ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, സോണി മത്തായി എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ പഠിച്ചിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ബൈ ദ വേ. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന സാധനങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറെയാണ് ഞാൻ അവിടെ അന്ന് കണ്ടത്. അപ്പോൾ ഈ ഞാൻ എപ്പോഴും ഡിസ്കഷനിൽ പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ആർമി, നേവി, എയർഫോഴ്സ് ഇവരെ ഒരു ഗ്ലാമർ ഉണ്ട് അവരുടെ റെസ്ക്യൂലും അതിലല്ലോ, കയറിൽ വരുന്ന, ഹെലികോപ്റ്ററിൽ വരുന്ന, അപ്പോൾ മീഡിയ അറ്റൻഷൻ ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും എത്രയോ ബ്രേവായിട്ട് വളരെ സ്മാർട്ടായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് കേരളത്തിലുണ്ട്, തീരെ സെലിബ്രേറ്റഡ് ആവാത്ത. അപ്പോൾ ഈ സോണി സാറിനെ ഞാൻ കണ്ട്, സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ, നമ്മളിപ്പോൾ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും, അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ഇതാന്ന് പറഞ്ഞ്, അപ്പോൾ സാറ് പറഞ്ഞ് അവിടെ 200 പേര് കുണി കിടക്കുന്നുണ്ട്, ഇത്ര പേര് കിടക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷേ സന്ധ്യയായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അന്ന് പലരെയും വിളിച്ചു ഞങ്ങൾ, നേവി അവരിവരെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ റെസ്ക്യൂവിന് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് മാറിയിട്ട് നമ്മളും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള വിക്ടിം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറി പെട്ടെന്ന് ഗെയിം. അപ്പൊ നമുക്ക് പരിചയമുള്ള ഗവൺമെന്റിലുള്ള ഓഫീസേഴ്സോ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നാഷണലി ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടാഗ് ചെയ്തിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ട്. അപ്പോഴാണ് ഈ 1200 ആൾക്കാർ കുടുങ്ങി കിടക്കുന്ന സ്കൂളിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മൾ അവിടെ പോയി, നമ്മുടെ ബോട്ട് ക്യാപ്സൈസ് ആയി, അങ്ങനെ കുറെ ഇതുണ്ടായി. അപ്പോൾ അതിൽ കുറേ സോഷ്യൽ മീഡിയ പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓൺ ദ ഫീൽഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാരണം ഈ സങ്കടകഥകൾ മാത്രം കേട്ട് കഴിഞ്ഞിട്ട് ആൾക്കാരെ മനസ്സ് പതറരുത് എന്ന് കരുതിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ ഹീറോസിനെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ രതി എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിൽ നിന്ന് വന്ന് എറണാകുളത്ത് സെറ്റിലായ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഈ 4 ദിവസം ഇവിടെ കുടുങ്ങി കിടന്നിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും പോവാണ്, റെസ്ക്യൂ ചെയ്തിട്ട് വെള്ളമൊക്കെ താന്നു തുടങ്ങി. എല്ലാവരും ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ 250 പേര് ഒഴികെ ബാക്കി എല്ലാവരും ഞങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻപിടുത്തക്കാരും പോലീസും എല്ലാവരും കൂടെ, കുറെ നമ്മുടെ വോളണ്ടിയേഴ്സൊക്കെ കൂടെ. പക്ഷെ ഈ ചേച്ചി അവിടെ നിന്ന് പോകുന്നില്ല. അപ്പൊ ചേച്ചി അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് പോകണ്ടേന്ന് ചോദിച്ചോ, പറഞ്ഞു മോനെ ഇത് 4 ദിവസമായിട്ട് എൻ്റെ വീടായിരുന്നു, നമ്മൾ വീട് വൃത്തികേടാക്കിയിട്ട് പോവോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ താമസിച്ച ആ ഹോൾ ഈ ചേച്ചി കഴുകി വൃത്തിയാക്കിയിടുക. അപ്പൊ ഇതൊക്കെ നമ്മൾ പോസ്റ്റ്, അത് മോർ ദാൻ 1.2 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടയിൽ പിന്നെ ഒന്ന് ഇത്തിരി സമാധാനമായി വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവരുടെ നമ്മുടെ വിനീതിൻ്റെയും രശ്മിയുടെയും സീംസ്ട്രസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റും അതുപോലെ ഈ ക്രാങ്കൻ എന്ന് പറഞ്ഞ റിസോർട്ടും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇടപഴകിയിട്ടുള്ള ഈ നെയ്ത്തുകാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിച്ചു പോയതാ. അവിടെ നിന്നാണ് ചെക്കുട്ടി ഉണ്ടാവുന്നത്. അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അന്ന് ഈ എല്ലാ ഫോക്കസും വീടുകളിലും യൂണിറ്റുകളിലൊക്കെയാണ്. പക്ഷേ നമുക്ക് ഈ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. അതായത് താളിയോലകൾ, പിന്നെ അതുപോലെ പല ക്രാഫ്റ്റുകൾ, പിന്നെ അതുപോലെ കൂത്തമ്പലമൊക്കെ മുങ്ങിപ്പോയ ആൾക്കാർ. അപ്പൊ ഇതിന് എല്ലാ ഇപ്പോൾ മൃഗങ്ങളുടെ മുകളിൽ അറ്റൻഷൻ കുറവായിരുന്നു. പക്ഷെ ചെന്നൈയിൽ നിന്ന് കുറെ വോളണ്ടിയേഴ്സ് വന്നിട്ട് നായ്ക്കുട്ടികളെ രക്ഷിക്കുക, ആടുകളെ രക്ഷിക്കുക, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഈ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിന്റെ മുകളിൽ താളിയോലകൾ സംരക്ഷിക്കുക, അത് എങ്ങനെ ട്രെയിൻ ചെയ്യുക, ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഡോക്ടർ വേണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ വേണു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഗോവി കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ പോയതാ. പോയി സമയത്താണ് ചേന്നമംഗലത്തിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നമ്മൾ അറിയുന്നത്. അപ്പൊ ശരിക്കും ഇത് മൂടിക്കിടക്കുകയാണ്. അല്ല, വെള്ളം താന്നു, വെള്ളം പോയി. പക്ഷെ യൂണിറ്റുകളിൽ ചളി ഇങ്ങനെ കട്ട പിടിച്ചിട്ട് അതെല്ലാം നമ്മൾ അന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ചളി കിടക്കാണ്. പിന്നെ കിണറൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ല കോൺക്രീറ്റ് മിക്സ് പോലെയാവും കിണർ കിടക്കുന്നത്. അപ്പോ യൂണിറ്റുകളിൽ 8 അടിയോളം വെള്ളം നിന്നിട്ട്, പക്ഷെ നമ്മൾ അപ്പൊ തന്നെ അവരെ കൊണ്ടൊക്കെ മാർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക്
ഓർമ്മ നിൽക്കണം എന്നുണ്ടെങ്കിൽ സാർ അപ്പൊ അത് മാർക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ അതുപോലെ വീടുകളിൽ പോയ സമയത്ത് കാണുന്നത് എന്താ വെച്ചാല് മാസം 5,000 രൂപ 6,000 രൂപ മാക്സിമം വരുമാനമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ നെയ്ത്തുകാർ. വീടുകളിൽ തറിയുള്ളവർ. യൂണിറ്റുകളിലാണെങ്കിൽ ചിലപ്പം 8,000 രൂപയൊക്കെ കിട്ടുമായിരിക്കും. സ്കൂൾ യൂണിഫോം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് നിന്ന് മാറിയിട്ട്. അതെ, അപ്പൊ 5 സൊസൈറ്റികളുണ്ട്. അപ്പൊ അതിൽ 3 പേർക്കാണ് ഏറ്റവും അധികം നാശനഷ്ടം വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മളിങ്ങനെ പുറമേ നിന്നൊക്കെ കളക്ടറേറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു യൂണിറ്റിൽ നമ്മൾ പോയി. അപ്പോ അവിടെ വെച്ചാൽ തകൃതിയായിട്ട് സെയിൽസ് നടക്കുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ഓണത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞ സ്റ്റോക്കുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക് അപ്പീൽസ് കൊടുത്തിരുന്നു. കാരണം ഇത്രയും എക്സ്ക്യൂസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വീവേഴ്സ് ആണ്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയെങ്കിലും റെസ്ക്യൂ ചെയ്യണം. ഈ കാരണം ഓണവിപണി ഇപ്പൊ ഒരു വർഷം വന്നിട്ട് ചില യൂണിറ്റുകളിൽ മാക്സിമം 30 ലക്ഷമൊക്കെയാണ് ടേൺ ഓവർ ഒരു വർഷത്തില്. അപ്പൊ അതിന്റെ ഒരു 75% അവര് ഏൺ ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. അപ്പൊ അതൊക്കെയാണ് വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പൊ അത് ചിലർ ഡ്രൈ ക്ലീൻ ചെയ്യുന്നു. സോയിൽഡ് ആവാത്ത സാധനങ്ങള് ഫസ്റ്റ് ഫ്ലോർ ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അത് ക്ലിക്കായി കണ്ടു കഴിഞ്ഞപ്പോ ഈ അപ്പീൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി കുറെ പേര് ഇറങ്ങിയിരുന്നു. പക്ഷെ ഞാൻ ഈ യൂണിറ്റിന് പിന്നിൽ പോയപ്പോൾ കാണുന്നത് എന്താ വെച്ചാല് എത്രയോ എന്താ പറയാ കൂനയായിട്ട് നാറ്റം സഹിക്കാൻ വയ്യാതെ തുണികൾ കിടക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങള് ഗവൺമെന്റ് ഒരു ഇൻസ്ട്രക്ഷൻ കാത്തു നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത് അവിടെ നമുക്ക് നിൽക്കാൻ തലകറങ്ങി വീഴും, അത്രയും നാറ്റം. കാരണം എന്തൊക്കെ വെള്ളമായിരിക്കും, സെപ്റ്റിക് ടാങ്ക് പൊട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുഴവെള്ളമായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. മൃഗങ്ങൾ അത് തന്നെ, പോത്ത് പശു എല്ലാം ചത്ത് കിടക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോ നമ്മള് ഒരാശയം ഉടനെ നമ്മൾ പറഞ്ഞു, ഇതിന്ന് എങ്ങനെയെങ്കിലും നമ്മളൊരു വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് നമുക്കിതിനൊരു വാല്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് കത്തിക്കാനേ നിവൃത്തിയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഒന്നോ രണ്ടെണ്ണം എടുത്തിട്ട് കഴുകി നോക്കി, അത് മുഴുവനും കറയും ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, വിൽക്കാനും പറ്റില്ല എന്ന് ഉറപ്പായി. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, ഇനി ഇത് മുഴുവനോടെ കൂട്ടിയിട്ട് മണ്ണെണ്ണ വെച്ച് കത്തിക്കാൻ പോവാണ് അടുത്ത അവർക്ക്. അങ്ങനെ അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ അതേ അന്ന് സംസാരിച്ച ചേച്ചിയെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട്, ഈ നെയ്ത്തുകാരിയെ. അപ്പൊ ഞാനവിടെ ആ യൂണിറ്റിലേക്ക് കയറിയ ഉടനെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഞാൻ സോറി പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചോ. പറഞ്ഞു സാർ ഇവിടെ ആദ്യത്തെ ദിവസം വന്നപ്പോ സാറിന് പ്രാന്താന്ന് ഞാൻ കരുതിയെന്ന്. ഇത് ഞങ്ങൾ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ശരിക്കും വട്ടാണെന്നാ ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കത് വളരെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് സാധനം പോകുന്നു എന്നുള്ളതിന്റെ ഒരു മറുപടി തന്നെയാണ് അതല്ലേ? പിന്നെ എന്താ സംശയം. എന്നിട്ട് ഞങ്ങൾ വേറൊരു ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് 3 യൂണിറ്റുകളുമായിട്ടാണ്. ഈ കരിമ്പാടം എന്ന് പറഞ്ഞൊരു യൂണിറ്റ്, പിന്നെ കുരിയാപ്പള്ളി എന്ന് പറഞ്ഞ യൂണിറ്റ്, പിന്നെ പറവൂർ ടൗണിലുള്ള ഒരു യൂണിറ്റ്. ഇനിയും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റ് യൂണിറ്റുകൾ ഉണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. ഇൻഷുറൻസും ഇല്ലാതെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം. അപ്പൊ ഇൻഷുറൻസ് ഉള്ള യൂണിറ്റുകളിൽ നമ്മൾ പോയി സംസാരിച്ച സമയത്ത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പോയിട്ട് എല്ലാവരും പുതിയ തുണി വാങ്ങാൻ നേരത്തെ ഞങ്ങൾ രണ്ടാളും പോയിട്ട് പഴയ തുണി തരൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കഴുകി തന്നാൽ അത് ഞങ്ങൾ എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്ത് വിശ്വാസം ഇല്ല, നിങ്ങൾ വെറുതെ ടൈം കളയാൻ വന്നിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മളെ ഒഴിവാക്കി വിട്ടു. കാരണം അവർക്ക് എങ്ങനെ ഇത് അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഇതൊന്നും ഇങ്ങനെയും രക്ഷപ്പെടണം. അതിന് പറ്റിയൊരു അവസരം പുതിയ തുണി വിൽക്കുക എന്നുള്ള നല്ല തുണി വിൽക്കുക എന്നുള്ളതാ. അപ്പോഴാണ് നമ്മൾ പോയിട്ട് പറഞ്ഞത് പഴയ തുണി തരുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾ പൈസ മുൻകൂട്ടി തന്നിട്ട് എടുത്തു കൊണ്ടുപോകും. കാരണം അതിന് നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു വിലയില്ലാതെ കിടക്കണ ഈ തുണി ഞങ്ങൾ ഇതുപോലെ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ഒരു 7,000-9,000 രൂപയായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 9,000 രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ചേക്കുട്ടി എന്നുള്ള പ്രൊജക്ടിന്റെ ഒരു ഹൈലൈറ്റ്. അത് ലക്ഷ്മി ചെയ്ത എന്താ വെച്ചാല്, നമ്മള് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കുറെ ഹീറോസ് ഉണ്ടല്ലോ, ഈ വരാപ്പുഴ SI ഇതുപോലത്തെ ആൾക്കാർ. ഒരു കാര്യം കൂടെ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ, ഈ നമ്മൾ കേൾക്കാത്ത ഒരുപാട് പേരുകളാണ് ശ്രീ ഗോപിനാഥ് ഇവിടെ നമുക്ക് സൂചിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും, ഇതിനിടയിൽ കേട്ട രതി ചേച്ചിയുടെ കാര്യമാണെങ്കിലും, അതിനിടയിൽ കണ്ട ഒരുപാട് ആളുകൾ, ഇവരെയൊന്നും നമ്മൾ ഒരു തരത്തിലും നമ്മൾ പുറത്തേക്ക് അധികം കാണാത്ത കേൾക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ഒരുപാട് ഹീറോസ് ഉണ്ട് ഇതിന്റെ പിന്നിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചേക്കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ 3 വെർട്ടിക്കൽസ് ആണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഈ ചേച്ചിമാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് ജോലിയൊക്കെ എത്തിക്കണം. കാരണം വീട് മുങ്ങിക്കിടക്കുക, എല്ലാ കുടിവെള്ളത്തിന് പോലും അതൊന്ന്. യൂണിറ്റും തകർന്നിരിക്കുന്നു, വീടും തകർന്നിരിക്കുന്നു. വീട്ടിൽ തറിയുള്ള ആൾക്കാരുടെ കാര്യം ഡബിൾ. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ ഒരു സാധനം, ഈ കരിമ്പാടം എന്ന് പറഞ്ഞ യൂണിറ്റിലെ സെക്രട്ടറി അജിത് കുമാർ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു യങ് ലീഡറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ സാധനം വെച്ചാൽ നാളെ ഇവരെ നമുക്ക് പണിയിലേക്ക് കയറ്റാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുത്തില്ലെങ്കിൽ, ആകെ 300 പേര് ഇന്ന് ചേന്നമംഗലത്ത് വീവേഴ്സ് ആയിട്ടുള്ളൂ. അതിലൊരു 150 ആൾക്കാരെങ്കിലും ഈ സെക്ടർ വിട്ടിട്ട് പോകും.
അത് നമ്മൾ സമ്മതിക്കരുത്. കാരണം ഒരു ഹെറിറ്റേജിനെ നശിച്ചു പോകും. അപ്പോൾ കാരണം ഈ ഒരു സ്കില്ലുള്ളവർ, അതായത് ഒരു 1.5 ഇഞ്ച് സ്ക്വയർ ഇഞ്ചിന്റെ ഉള്ളിൽ 120-130 മെഷ് കൗണ്ട് വരുന്ന രീതിയിൽ പണി ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറവുള്ളൂ. അത്രയും ഹൈ ആൻഡ് ക്വാളിറ്റി സാധനമാണ്. പക്ഷെ അതെ, അപ്പോൾ ഇമ്മീഡിയറ്റ് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാം. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ സോണി സാറിനെ പോലെ ഉള്ളപ്പോ രതി ചേച്ചിയെ പോലുള്ള ആൾക്കാരെ ആഘോഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് സോഷ്യൽ എന്റർപ്രണേഴ്സ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു സാധനം എന്താ വെച്ചാല്, അതുവരെ എല്ലാവരും ഒരു ചാരിറ്റി മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഉള്ളത് കൊടുത്തിട്ടും ഇല്ലാത്തത് കൊടുത്തിട്ടും അവിടുന്ന് വാങ്ങിയിട്ടും ഒക്കെ ഒരു ജാതിയില്ല, മതവുമില്ല, എല്ലാം നമ്മുടെ എല്ലാവരും ഇറങ്ങിയൊരു കളി കളിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ആ ഒരു മോഡ് നല്ലതാണ്, പക്ഷെ അൺസസ്റ്റൈനബിൾ ആണ്. അത് ഒന്ന് കൊടുക്കുന്നത്. രണ്ടാമത് ഇപ്പൊ ഞാനൊരു കുടുക്കൽ കുടിയും കിടക്കാണ്. നിങ്ങൾ എങ്ങനെ എന്നെ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സഹായിക്കുന്ന സമയത്ത് എന്റെ ആത്മാഭിമാനത്തിന് ക്ഷതയേൽക്കാണ്. ഇങ്ങനെ കൈനീട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിഗ്നിറ്റീനെ ബാധിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡിസാസ്റ്റർ സോണിൽ പലപ്പോഴും കാണുന്നതാണ്, ആത്മാഭിമാനം പോകും, വരും. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ഈ അതായത് വെറുതെ കിട്ടുന്നതല്ല, സങ്കടം തോന്നിയിട്ട് കൊടുക്കുന്നതല്ല. അതായത് അവരുടെ സ്കിൽ സെറ്റിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കണം. അപ്പൊ അതൊരു എന്റർപ്രൈസ് മോഡിലേക്ക് പോയാലേ ഇത് രക്ഷപ്പെടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ 3 ആംഗിൾ വെച്ചിട്ടാണ് ലക്ഷ്മിയുടെ അടുത്ത് നമ്മള് ഈ കോപ്പി അവിടെ ചെന്ന് ഇതാണ് സീൻ എന്ന് പറഞ്ഞപ്പോ നമ്മള് 3-4 സാരി പൈസ കൊടുത്ത് മേടിച്ചിട്ടു. ആർക്കും വേണ്ടാത്ത സാരി നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം, മറ്റേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം പണ്ട് തൊട്ട് ഈ ആക്രി സാധനങ്ങളോട് എനിക്ക് വലിയൊരു വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ആക്രിയോളജി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് തന്നെ കോയിൻ ചെയ്തിട്ടുണ്ട്, സയൻസ് ഓഫ് അപ്സൈക്ലിംഗ് ആൻഡ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആർക്കിയോളജി ആവെങ്കിൽ പിന്നെ ആക്രിയോളജി ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാം നമുക്ക് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് നനച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് വളരെ ദയനീയമാണ്. ഒരു തരത്തിൽ ഞാൻ വിചാരിച്ച ഇതിനൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഹാൻഡ്ലൂമിന്റെ ഇൻഡസ്ട്രിയിൽ നമ്മൾ അതിനെപ്പറ്റി അറിയാം. ഞാനൊരു ഫാഷൻ ഡിസൈനറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കഷ്ടപ്പാടിനെ പറ്റി നമുക്ക് നല്ലതായിട്ട് അറിയാവുന്നുണ്ട്. ഇതിനെ കത്തിച്ച് കളയാൻ വിടില്ല എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എളുപ്പമായി, എന്ത് ചെയ്തു ഇതിനെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. പേര് ചെന്നാൽ പിന്നെ കൊച്ചു കൊച്ചു സാധനങ്ങൾ എന്തെങ്കിലും ആക്കാം. കാരണം റവന്യൂ ജനറേഷൻ വലിയൊരു പോയിന്റ് ആണല്ലോ അവിടെ. അപ്പോൾ ഒരു സാരിയിൽ നിന്ന് മാക്സിമം റവന്യൂ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചു സാധനങ്ങൾ. ആദ്യം ഒരു റിസ്റ്റ് ബാൻഡ് ആലോചിച്ചു. നമ്മുടെ ഐക്യമത്യത്തിന്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ മലയാളികൾക്കും ഒരു ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ തയ്യലും ഒക്കെ ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ. പിന്നെ 1-2 പ്രോഡക്ട്സ് ഉണ്ട്. ഈ ഒരു ഡോളിനെ കുറിച്ചിട്ട് ആലോചിച്ചു. അപ്പൊ അത് ആകുമ്പോഴത്തേക്ക് ഒരു 6 ഇഞ്ചിന്റെ ഒക്കെ ഒരു സൈസിൽ അത് ഒതുങ്ങും. അപ്പോൾ കുറേ എണ്ണം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടുമായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം പോയി ചേന്നമംഗലത്തേക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ചതെന്ന് വെച്ചാൽ ഈ ചേച്ചിമാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാം, അവർക്ക് അന്ന് തൊട്ട് വരുമാനം വരുന്നൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതെ ഫീൽ അതെ. അപ്പോൾ അവിടെ ചെന്ന് പക്ഷെ ഇവരോട് ഇത് ഒപ്പം ചോദിച്ച് അവരുണ്ടാക്കി തുടങ്ങി. അപ്പം നല്ല രസമായിരുന്നു. അവരുടെ ഒരു കൊച്ചു മോളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കി ഒന്ന് നോക്കാമെന്ന് വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ വീട്ടിലൊരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ. അപ്പം അപ്പോഴത്തേക്ക് നമ്മൾ പോണ വഴിക്ക് തന്നെ ചേക്കുട്ടി എന്നുള്ള പേരൊക്കെ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു, ചേന്നമംഗലം കുട്ടി. അല്ല ഇത് പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളാണ്. ചേന്നമംഗലത്തെ കുട്ടി എന്നുള്ളത് അതെന്താ വെച്ചാല് ഞങ്ങൾ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് വ്യൂവേഴ്സിനെ കാണാൻ വരുമ്പോ തന്നെ, കാരണം അവരുടെ അടുത്ത് വെറും ഒരു ആശയം പറയാൻ പോയി കഴിഞ്ഞാൽ തല്ല് കിട്ടും. അതിന് വരെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ദേ വിൽ ബി ഏബിൾ ടു റിലേറ്റ് ടു ഇറ്റ്. അപ്പോ ലക്ഷ്മി ഈ ഉണ്ടാക്കിയ ചേക്കുട്ടി ആദ്യം ഉണ്ടാക്കിയ ഈ പാവ അന്ന് പേരില്ലല്ലോ, അതിനെ മിററിൽ നമ്മൾ തൂക്കിയിട്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാണ് ചേന്നമംഗലത്തേക്ക്. അപ്പൊ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്ന സമയത്ത് ഈ സോണി സാറും നമ്മുടെ വിനീതും രശ്മിയും ഈ ഹീറോസ് ആണ് മനസ്സിൽ കിടന്ന് കളിക്കുന്നത്. അപ്പൊ ഇവര് ഒരു ഈ റെസിലിയൻസിന്റെ ഒരു സിമ്പിള് നമുക്ക് വേണം. അപ്പൊ അത് ആലോചിക്കുന്ന സമയത്താണ് നമുക്കിനി പേര് വേണമല്ലോ. അപ്പൊ വല്ല പേരും വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോ ചേന്നമംഗലാണ് ഗ്രാമം. അപ്പോ ഇതൊരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടി ക്യാൻ ബി ജെൻഡർ ന്യൂട്രൽ. ആൺകുട്ടി ആവാം, പെൺകുട്ടി ആവാം, ട്രാൻസ്ജെൻഡർ ആവാം, ആരും ആവാം. അതെ. അപ്പൊ അങ്ങനെയാണ് ചേന്നമംഗലത്തെ ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങള്. അപ്പൊ ഈ പ്രോസസ് ഒക്കെ വിത്തിൻ ആൻ ആർ ഉണ്ടായ സാധനമാണ് ചേക്കുട്ടി.
ഇപ്പൊ നമ്മൾ പലപ്പോഴും പലരും ചോദിക്കുന്ന നമ്മൾ എവിടെ വെച്ചാൽ വെറുതെ കുറെ ഐഡിയ ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ ആശയങ്ങൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെ ആ യൂണിറ്റില് പ്രാക്ടിക്കലായിട്ട് പോകും അജിത് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലെറ്റ്സ് ഡു ദിസ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ജയക്കുട്ടി ഉണ്ടായത്. അല്ലാതെ ബാക്കിയെല്ലാം ടിപ്പിംഗ് പോയിന്റ്സ് അല്ലേ. ഐഡിയാസ് ഇങ്ങനെ ലക്ഷ്മി പറയുന്നു, ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു, പലരും പറയുന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എസ്പെഷ്യലി ഓൺ ടൈം, ആ സമയത്ത്. കാരണം വേറെ യൂണിറ്റിൽ പോയിട്ട് ഈ ഐഡിയ ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ അവിടുന്ന് നിരാശരായിട്ട് തിരിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ പോയപ്പോ അജിത് കുമാർ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത യൂണിറ്റുകളാണ് നമുക്ക് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞ് അതിനതാക്കി. അങ്ങനെയാണ് പിന്നെ അതിന് വന്ന വ്യാഖ്യാനാണ്. ഞങ്ങൾ തന്നെ ആലോചിച്ചപ്പോ ചേറിനെ അതിജീവിച്ച ഒരു സ്ഥലമാണല്ലോ, അങ്ങനെയാണ് കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം വല്ലാണ്ട് കണ്ട അട്രാക്റ്റീവ് അല്ല സത്യം പറഞ്ഞാല്. ഈ കറയുണ്ട്, കീറയുണ്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയതിന്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നോക്കിയപ്പോ ഇത് ഇത്തിരി പാടാണ് ശരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഓർത്താന്ന് വെച്ചാൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ ഡീപ്ലി ഇൻവോൾവ് ആയപ്പോൾ മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ചാൽ മലയാളി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ബാബി ഡോളിൽ വീഴില്ല. ഈ ചെയറിന്റെ ഇതുള്ള പാടുള്ള ഇത് അവർക്ക് ഇഷ്ടപ്പെടും. അതാണ് ഇപ്പോഴത്തെ എവിടെ നോക്കിയാലും നമ്മൾ മാത്രമല്ല മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെ എന്നുള്ളത്. നമ്മൾ വിചാരിച്ചൊരു പ്രോഡക്റ്റ് എന്നുള്ളതിന്റെ അപ്പുറം ഇതിനൊരു കോൺസെപ്റ്റ് ആക്കി മാറ്റണം. ഒരു മാസ്കോട്ട് തന്നെയാവും. കാരണം ഈ പ്രളയത്തെ പറ്റി പറയാൻ പ്രളയം എന്ന് പറയുന്നതല്ലാണ്ട് നമുക്കൊരു ഒരു നല്ല ഒരു വേർഡ് ഇതിനകത്ത് ദുരന്തവും പ്രളയവും വിപത്തും ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വാക്കുകൾ. അപ്പൊ ഈ ചേക്കുട്ടി എന്ന് പറയുന്ന ആവട്ടെ ഇനി ഇതിന്റെ ഒരു മുഖം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ കഥയുണ്ട്, അതിനെ അതിജീവിച്ച കഥ അതിലും വളരെ മനോഹരമാണ്. അപ്പൊ അതിന്റെ മുഖം ആവട്ടെ ഈ ചേക്കുട്ടി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. ഇവിടെ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രളയാനന്തരം നവകേരളം സൃഷ്ടിക്കുന്നതിനെ പറ്റിയൊക്കെ എല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രം കേരളത്തെയും കേരളം കേന്ദ്രത്തെയും ഒക്കെ മാറി മാറി കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസരത്തിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പോലും ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ 4ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് കേരളത്തിൽ 2018 ഓഗസ്റ്റിൽ നമ്മൾ കണ്ട ആ വലിയ പ്രളയ ദുരന്തം. അവിടെ നിന്ന് ഈ പരസ്പരം പഴിചാരുന്ന ഇത് എങ്ങനെ കേരളം മുമ്പോട്ട് സൃഷ്ടിച്ചെടുക്കാമെന്ന് പല ആലോചനകളും നടക്കുമ്പോഴും ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ സംസ്ഥാനം തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിലാണ് ഈ നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയിരുന്ന ആ തുണിത്തരങ്ങളിൽ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ചേക്കുട്ടി എന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുത്ത് അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഏകദേശം 1 കോടിയോളം രൂപയുടെ നഷ്ടമാണ് തുണിത്തരങ്ങൾക്ക് മാത്രം സംഭവിച്ചത്. യന്ത്രസാമഗ്രികളുടെ നഷ്ടം കണക്ക് അതിനപ്പുറത്തേക്കാണ്. അത്തരത്തിലുള്ളൊരു നഷ്ടം നികത്തിയെടുക്കാനായിട്ട് അവിടെ നിന്ന് തന്നെയുള്ളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെയും ആശ്രയിക്കാതെ ആ യൂണിറ്റിലേക്ക് ഒരു രക്ഷപ്പെടുത്താനുള്ള അവസരമാണ് ഈ 2 മഹത് വ്യക്തിത്വങ്ങൾ ചെയ്തു കൊടുത്തത്. കേരളം ഇനിയും ഒരുപാട് ആദരിക്കേണ്ടിയിരിക്കുന്നു ഇവരെയൊക്കെ തന്നെ. ബാക്കി കഥയിലേക്ക് നമുക്ക് നീങ്ങിയാൽ പിന്നീട് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് ബാക്കിയുള്ള വിചാരിച്ചു ഈ ചേച്ചിമാരെ കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവരുടെ കഥ കേട്ടപ്പോൾ മനസ്സിലായി അവർക്ക് ഇനി ഒരു മിനിറ്റ് പോലും ഇതിനു വേണ്ടി നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം അവരുടെ വീട് മുഴുവൻ തകർന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇവരെ ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി ആർക്കും ഉണ്ടാക്കാനും പറ്റും. നമ്മളെ ഒരു സാമ്പിൾ ഉണ്ടാക്കി പിന്നെ ഇവരെ നമുക്ക് ഒട്ടും ശല്യപ്പെടുത്താതെ ഇതൊരു ക്രൗഡ് സോഴ്സിംഗ് വഴി നമുക്ക് ചെയ്യാം. കാരണം 1 മാസമായിട്ട് വോളണ്ടിയർ മോഡലാണ് കേരളം നടന്നുകൊണ്ടിരുന്നത് മുഴുവനും അല്ലേ. അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ആൾക്കാരെ തന്നെ ഇതിലേക്കും കൂടെ ഒന്ന് മൊബിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്നുകൊണ്ട് വെറുതെ ഒരു വാട്സാപ്പ് പോസ്റ്റ് ഇട്ടു, ഞങ്ങൾ നാളെ പനമ്പള്ളി നഗറിൽ ഒരു മരത്തിന്റെ അടിയിലുണ്ടാവും, ചേക്കുട്ടി പാവ നിർമ്മാണം തുടങ്ങുകയാണ്, ഇതാണ് ചേക്കുട്ടി. ചേക്കുട്ടി ഹാസ് സ്റ്റെയിൻസ്, ചേക്കുട്ടി ഹാസ് സ്കാർസ്, ബട്ട് ചേക്കുട്ടി ഈസ് ഈച്ച് ഓഫ് us എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ അവിടെ ചെന്ന് ഞാനും ഗോപിയും രാവിലെ 9 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. മീഡിയയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പല ഇങ്ങനത്തെ ഓരോന്ന് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ വരികയും ചെയ്തു. ഒരു 4 കുട്ടികൾ ക്യുസാറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ആൺകുട്ടികൾ. പിന്നെ വണ്ടിയിൽ വന്ന് ഓരോന്നിറങ്ങുക, നീനു എല്ലാവരും റെസ്ക്യൂലുണ്ടായിരുന്ന കുട്ടികളാണ്. ചില വോളണ്ടിയറിങ് നിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഭംഗി. അതായത് ഞാൻ ആ കൊങ്ങോർപ്പള്ളി സ്കൂളിൽ പോകുമ്പോ എന്റെ ഒരു പരിചയമില്ലാത്ത കൊച്ചുങ്ങളല്ലേ, അവര് വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയിട്ട് അതെ ചെറായിൽ പ്രശ്നമുണ്ട്, വൈപ്പിനിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആ കുട്ടികളെടുത്ത് നമ്മള് ഈ വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജ് അയച്ച് പറഞ്ഞ സമയത്ത് ഈ കൊച്ചുങ്ങളാണ് വന്നിട്ട് യൂണിയൻ ലീഡേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നവർ അവര് വന്നിട്ട് ഈ കുഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുത്തപ്പോ പനമ്പള്ളിനാർ ഇതിന്റെ പാവയുടെ തലയും ഇതൊക്കെ മുഖമൊക്കെ വരച്ച്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞത് മരത്തിന്റെ ചുവട്ടുണ്ടാകുന്നില്ല, അത് ഏതെങ്കിലും ഒരു AC റൂമിലുള്ള ഹോട്ടലിൽ ഉണ്ടാവും നല്ല. രാത്രി 9 മണിക്കാണ് ഞങ്ങൾ ചേന്നമംഗലിൽ നിന്ന് തിരിച്ചു വരുന്നത്. പിറ്റേ ദിവസം ഇത് ലോഞ്ച് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ തുണി ഇനി 2 ദിവസം കൊണ്ടിരുന്ന ഇവർ മുഴുവൻ കത്തിച്ച് കളയും. കാരണം വെച്ചാൽ ഒന്നിനും കൊള്ളാണ്ടാവും, പൊടിഞ്ഞു പോകും. കത്തിക്കോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ ആവശ്യം പോലും വരില്ല, പൊടിഞ്ഞു പോകും.
അപ്പോൾ നാളെ തന്നെ നമ്മളിത് തുടങ്ങി ഒരു നല്ല ഇത് ക്ലിക്കാവും നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവരോട് മുഴുവൻ അത് നമുക്ക് എടുത്തോളാം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ശീക്രം അത് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതില് വേറെ ചില കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അതോറിറ്റികളുടെ അക്സെപ്റ്റൻസിന്റെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായെന്ന് വെച്ചാല്, ഞങ്ങള് വഴിയെ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുറെ പേര് വരുന്നുണ്ട്, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. പക്ഷെ ഇവരൊക്കെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പിലും റെസ്ക്യൂ ഇതൊക്കെ ആയിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി ഒരു കാരണം പോസിറ്റീവ് സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ അവര്. അപ്പൊ എങ്ങനെയോ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മള് മരത്തിന്റെ അടിയിൽ പനമ്പള്ളി നഗര വാക്ക് വേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി പണി തുടങ്ങിയപ്പോ മെട്രോയിലെ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് ചെയ്യണം എന്ന്. കാരണം അവരുടെ സ്പേസ് അല്ലേ. അപ്പോ നമ്മള് അതുപോലെ ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇവിടുന്ന് പോയാലോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ചേക്കുട്ടിയുടെ കഥ പറയാതെ പോകാൻ പറ്റില്ലല്ലോ, ഈ കഥ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അടുത്ത റെസ്പോൺസ് എന്ത് വേണമെങ്കിലും ഓഫീസിൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം ഇതാണ് കാര്യം. കാരണം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓഫീസിൽ വിളിക്കാം. മുഹമ്മദ് അനീഫ് സാറിനെ വിളിക്കുന്നത്. സാറിനെ വിളിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, സാർ ഇത് ഞങ്ങളിങ്ങനെ ചേക്കുട്ടിയുടെ പാവയുടെ ആൾക്കാരാണോ, ഒന്നും നോക്കണ്ട, നിങ്ങൾ ചെയ്തോ. സാറ് കുറച്ച് മുമ്പ് അതിന്റെ ലൈവ് കണ്ടതാ. എല്ലാ സപ്പോർട്ടും അയ്യോ ഞങ്ങൾക്ക് സന്തോഷം സാർ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നിട്ട് നേരെ തിരിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ പനമ്പള്ളി നഗറിൽ മാത്രം ഒതുങ്ങാതെ ഇത് കേരളത്തിന്റെ മറ്റു പല മേഖലകളിലേക്കും പല ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് കൂട്ടായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാൻ ഒരു ശ്രമം പലയിടത്തും വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്കൊക്കെ എങ്ങനെയാണ് അത് വ്യാപിപ്പിക്കാനുള്ളത്? ഈ ക്രൗഡ് സോഴ്സിംഗ് ആദ്യമേ ഒരു പ്ലാൻ വെച്ചല്ലോ. അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ഒരു സക്സസും കൂടെ ആ ചെറിയ രീതിയിലാണെങ്കിലും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കൂടുതൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പലതും അപ്പോഴും ലൈവ് ആയിരുന്നു. അതിനകത്തേക്ക് തന്നെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിരുന്നു ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ എനിക്കൊന്ന് എങ്ങനെയാ എന്താ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ അറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8 വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ചേക്കുട്ടി മേക്കിംഗ്, ചേക്കുട്ടി കോർഡിനേറ്റ്, ചേക്കുട്ടി ഷിപ്പിംഗ്, ഡെലിവറി. ഞാൻ ആക്ച്വലി 12th വായിച്ചിരുന്നു. ഇത് കേരളത്തിന് പുറത്ത് എവിടെയോ കുട്ടികൾ പോകുന്ന വഴിക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു. അത് പക്ഷെ പോക്കിരുത്തരായി പോയി. അത് അവരെന്ത് ചെയ്തതെന്ന് വെച്ചാല് സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു തോന്നുന്നു, ഏതോ കേരള യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. അല്ല, അത് ഏതൊരു യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് NSS ഗ്രൂപ്പ് കൂടെ ചേർന്ന് പോകും. അപ്പൊ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. യാത്രയുടെ സമയം നല്ലൊരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ കഷ്ടമുണ്ട്. വീട്ടിലെ പഴന്തുണിയാ പക്ഷെ കൊണ്ടുപോയത്. അതാണ് പ്രശ്നം. ഉടനെ തുണി വേണം, അല്ലെ ചേക്കുട്ടിയാവില്ല. പിന്നെ വല്ലവരും കയറി വല്ല പഴന്തുണിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ന്യൂസ് എവിടെയെങ്കിലും വന്ന ഈ ഗ്രൂപ്പിനകത്തുള്ള CID-മാരുണ്ട് കുറെ പിള്ളേർ. ദൈവം എല്ലാം ഇൻഫോ പാർക്കിലെ അവിടുത്തെ ടെക്കീസ് ആണ്. ചേച്ചി ചേട്ടാ ഇത് കണ്ടോ നമ്മുടെ ചേക്കുട്ടിയെ വേറെ ഉടനെ അവന്മാരെ ഇറങ്ങാൻ. നമുക്ക് പേറ്റന്റ് ഉള്ള സാധനമാണ്. കോപ്പിറൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ ചേക്കുട്ടിയും കൊണ്ട് ഇവര് വീട്ടിലെ പഴന്തുണിയും കൊണ്ട് പോകുന്നു, നമുക്കിത് പറ്റുന്നതാണോ? ആദ്യം ചോദിക്കും ഞങ്ങളുടെ അടുത്ത്, ഇത് കറക്റ്റ് ആണോ? അല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റവും പറയുന്നത് നമ്മുടെ അതിന്റെ ഒരു സതുദ്ദേശത്തെ നശിപ്പിക്കുന്നതിലേക്ക് അത് മാറുമായിരുന്നു. പക്ഷെ അവര് ചെയ്യുന്നതും നല്ല ഉദ്ദേശത്തിലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സഹായിക്കണം. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ മനാലിയിലേക്ക് ഞങ്ങൾ എത്തുന്നതിന്റെ ഇടയിൽ 100 ആൾക്കാരായിട്ട് സംഭാഷണം ഉണ്ടായിരിക്കും. അപ്പൊ കഥകൾ പറഞ്ഞു കൊടുക്കാം, അതിജീവനത്തെ കഥ പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ എക്സിബിഷൻ നടത്താന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കോർ കൺസെപ്റ്റിനെ തകർക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഉടനെ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലും ഞങ്ങളുടെ എല്ലാം പേഴ്സണൽ പ്രൊഫൈലും ചേക്കുട്ടി ഒരു വെറും പഴന്തുണിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം നല്ല പോസിറ്റീവ് ആയിട്ട് റെസ്പോൺസ്. അതാണ് ഇതിന്റെ ഭംഗി മുഴുവൻ. ഇതിന്റെ ഭംഗി മുഴുവൻ വികാരമുണ്ട്. വെറും ഒരു തുണിയുടെ കഷ്ണമല്ല അല്ല, അതിനൊരു വലിയ വികാരം, അതിനൊപ്പം തന്നെ ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗവും കൂടിയാണത്. ഇതിനിടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ചേക്കുട്ടി നമ്മൾ ചേന്ദമംഗലത്തെ കുട്ടിയായിട്ടൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചെങ്കിലും ചേക്കുട്ടിക്ക് ഇതിനിടെ വിസ കിട്ടിയിരുന്നു. വിസ കിട്ടി ചേക്കുട്ടി UAE-ലേക്ക് എത്തിച്ചേർന്നു. ഫ്രണ്ട്സ് ഓഫ് ശാസ്ത്രാത്യ പരിഷത്തും ഗോപിനാഥും ഒപ്പം തന്നെ ലക്ഷ്മി മേനോനും ഒക്കെ ആയി സംബന്ധിച്ച് ഇവിടെ ചേക്കുട്ടിയെ അബുദാബി കേരളോത്സവത്തിന്റെ ഭാഗമായി അബുദാബിയിൽ ചേക്കുട്ടിയെ അവതരിപ്പിച്ചപ്പോൾ ചേക്കുട്ടിയെ കാണാനെത്തിയിരിക്കുകയാണ് ചേക്കുട്ടിയുടെ അച്ഛനും അമ്മയും എന്നാണ് എനിക്ക് ഇവരുടെ ഈ ഒരു വരവിനെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത്. നമുക്ക് ഇവിടെ ഗൾഫിലേക്ക് എത്തിയതിന് ശേഷമുള്ള കേരളോത്സവത്തിലെ ഈ ഒരു പ്രോഗ്രാമായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു അല്ലേ?
എങ്ങനെയാണ് അവിടുത്തെ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് ഉണ്ടായപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ്. കാരണം കേരളത്തിന്റെ പുറത്തുനിന്ന് നോക്കുന്നവർക്കാണല്ലോ കേരളത്തെ പറ്റി കുറച്ചുകൂടി ബെറ്റർ ഇമേജ് കിട്ടുക. അപ്പൊ ഇപ്പൊ കുറച്ച് അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് വല്ലാണ്ട് മനസ്സ് വിഷമിച്ചിട്ടാണ് ഇതിനെ തിരിച്ച് കേരളത്തിനെ നമ്മുടെ പഴയ ഇതിലേക്ക് കൊണ്ടുവരണം, പുതിയ കേരളം കെട്ടിപ്പടുക്കണം, അതിന് വലിയൊരു റോള് പ്രവാസികൾ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്കത് മനസ്സിലായത്. അപ്പൊ അതിന് വലിയൊരു സന്തോഷം. അപ്പൊ അതിന് എങ്ങനെയും ആ കൂട്ടായ്മയിൽ ഞങ്ങൾക്കും കൂടെ കൂടുന്ന പറഞ്ഞ് ഞങ്ങളിങ്ങ് പോരുമായിരുന്നു. ഇന്നലെ പോയിട്ട് അവിടെ കുറെ ആൾക്കാരെ കാണാൻ സാധിച്ചു. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇതില് ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കുറെ ഹീറോസ് ഉണ്ടല്ലോ, ഈ ഹീറോസ് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ, അവര് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ ചെക്കുട്ടർ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതിന് ഇതേപോലെ പ്രളയത്തിന്റെ സീനിലല്ലെങ്കിലും തന്നെ വിദേശത്ത് ഇരുന്നിട്ട് ഇപ്പോൾ അബുദാബി പോലുള്ള സ്ഥലങ്ങളിലോ ഡബ്ലിൻ അയർലൻഡിലൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് വളരെ ഓർഗാനിക് ആയിട്ടാണ് പല സിസ്റ്റംസ് ഉണ്ടായിട്ടുള്ളത്. ഓവർ നൈറ്റ് 200 പേരുടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയവും ഇല്ല മതവും ഇല്ലാതെ കോൾ സെന്റേഴ്സ് ഒക്കെ റൺ ചെയ്തിട്ട് പല സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയാം നമ്മൾ കുണ്ടുകുളത്തിലെ തവളകളാണ്, അവിടെ കേരളത്തിൽ ആ ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് ഓടിക്കളിക്കുക. അപ്പൊ ഈ പ്രളയത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീബിൽഡിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം, അല്ലെങ്കിൽ അതിന് സർക്കാരിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി NGOസിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഫോക്കസ് മാറിയിട്ട് റീബിൽഡ് കേരള എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നും നമ്മൾ പറയുന്ന സാധനം റീബിൽഡ് കേരള ആവരുത്. പഴയ കേരളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. റീബിൽഡ് ബെറ്റർ കേരള ആയിരിക്കണം. വെറും ഒരു പുതിയ കേരളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി വന്ന സമയത്ത് അവതരിപ്പിച്ചതൊക്കെ ആ തീമായിരിക്കണം. അപ്പൊ അതിനുള്ള പോസിറ്റീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇമോഷൻസും റിസോഴ്സസും മുഴുവൻ നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും ആചാരങ്ങളുടെയും പേരും പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിനെ ഒരു എത്രയോ വർഷങ്ങള് കൺസെപ്റ്റ് വൈസ് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അയ്യോ നമ്മുടെ കേരളം കൈമോശം വരികയാണോ എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തോന്നിയ ഒരു അവസ്ഥയാണ്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞങ്ങളുടെ ഇന്റേണൽ ഡിസ്കഷനിൽ കോർ ടീമിൽ ഞങ്ങൾ പറയും നമുക്ക് എന്തുകൊണ്ടൊരു ചേക്കുട്ടി കൂട്ടങ്ങൾ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാണ് കഴിഞ്ഞ ആഴ്ച. അതായത് നമ്മളെ മനസ്സിലുള്ള എന്താ വെച്ചാൽ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വർക്ക് ചെയ്ത ആൾക്കാർ ഇന്നും നമ്മള് ചിലപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും പത്രത്തിലൊരു വാർത്ത വായിച്ചിട്ട് അന്ന് നിങ്ങളാണോ വന്നിട്ട് ലൈഫ് ജാക്കറ്റ് തന്നത് എന്ന് ചോദിച്ചിട്ട് എന്താണ് മരണം വരെ കടപ്പെട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വോളണ്ടിയേഴ്സിന് ഈ മെസ്സേജുകൾ വരുന്നു. അപ്പൊ ആ ഇമോഷൻസ് ഇന്നുണ്ട്. അപ്പോൾ അതിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഡിവിസീവ് ആയിട്ടുള്ള നേച്ചർ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയുടെ ഭാഗമാണ് ചേക്കുട്ടി കൂട്ടങ്ങൾ എന്നുള്ള സംസാരം നടക്കുന്നത്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല. മനസ്സിലുണ്ടായിരുന്ന വെച്ചാൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കൊങ്ങോർപള്ളി സ്കൂളുകളിൽ ഒരു ഡേറ്റ് തീരുമാനിക്കാൻ നമ്മൾ വൈകുന്നേരം ഒരു 4 മണി തൊട്ട് 6 മണി വരെ പഴയ ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് വർത്താനം പറയുക. അതിൽ വേറെ അജണ്ടകളില്ല. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. റെസ്ക്യൂ ചെയ്ത ആൾക്കാരുണ്ടാവും, അഫക്റ്റഡ് ആയ ആൾക്കാരുണ്ടാവും, ഫോണിൽ കോൾ സെന്ററിൽ നിന്ന് വിളിച്ച ആൾക്കാരുണ്ടാവും. എല്ലാരും കൂടി ഇരുന്നിട്ട് ഓർമ്മകളൊന്നായവർക്ക്. അതാണ് ഇവിടത്തെ മലയാളികൾ ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ പുറമെ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് എന്താ ഈ മണ്ടന്മാർ കാണിക്കുന്നതെന്നാണ് ഇവര് വേദനയാണ് അവർക്ക്. കാരണം ഇവർക്ക് വേണ്ടിയാണോ നമ്മൾ ഇരുന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് പറയുക. ഇന്നലെ അവരുടെ കഥകൾ കേട്ടപ്പോ കണ്ണ് നിറയാ നമ്മുടെ. കാരണം ആ റെസ്ക്യൂവിന്റെ സമയത്ത് ഇവിടെ അവര് അനുഭവിച്ച വേദന. കാരണം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഫീൽഡിലുള്ള ഇമോഷണലി അവർക്കൊപ്പം നിന്ന് എംപതൈസ് ചെയ്ത കഥകൾ കേൾക്കുമ്പോൾ അത് തന്നെയാണ് ഇന്നലെ അവർക്ക് ഇങ്ങനെ ഒരു ഇത്രയും ഭംഗിയായിട്ട്. തീർച്ചയായും നമ്മൾ പ്രവാസികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു പ്രളയത്തെ ഏറ്റെടുത്തതും നേരത്തെ ഗോപിനാഥ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെയൊക്കെ ചിന്തകളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതികളും ഒക്കെ മാറി വരുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും പ്രളയകാലത്ത് ഒരുമിച്ചിരുന്ന ആ ജാതി മത ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ആ ഒരുമ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഒരുപക്ഷെ മുന്നോട്ടുള്ള കേരളത്തിൻ്റെ നവകേരള സൃഷ്ടിക്ക് വിഘാതം സൃഷ്ടിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രേര ശക്തിയായിട്ട് മാറുന്നത്. അതിലേക്ക് മുമ്പോട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നടത്താനുണ്ട്. ഒരുപാട് കൂട്ടായ്മകൾ മുമ്പോട്ട് വരാനുണ്ട്. ഈ ഒരു ചേക്കുട്ടിയുമായും ഈ ഒരു റിക്കവറിയുമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. ഈ വസ്ത്രം ചേന്ദമംഗലം പ്രോഡക്റ്റ് ആയിട്ടാണോ? ചേന്ദമംഗലം പ്രോഡക്റ്റ് ആണ്. പറ്റുന്നിടത്തൊക്കെ ഇപ്പൊ വേറെ കോസ് എന്നുള്ള ഒരു രീതിയിലാണ് ഒരു സിമ്പിൾ ആയിട്ട് പോകുന്നത്. വളരെ ഡിസൈൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ബ്ലൗസ് എന്ന് പറഞ്ഞാൽ അവിടെ ആ പറഞ്ഞ ഒരു യൂണിറ്റില് ക്രാങ്കന്നൂർ പറഞ്ഞല്ലോ, അവിടെ അവർക്ക് ഒരു 10-30 ലക്ഷം രൂപയുടെ ഹൈ എൻഡ് ഡിസൈൻ ചെയ്തു വെച്ചിരുന്നതാണ്. എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചെടുത്താണ് ഈ വെള്ളം വന്നിട്ട് അത് മുഴുവൻ നശിച്ചു പോയി. അപ്പോൾ ആ കുട്ടി പല രീതിയിൽ ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് നോക്കി.
അപ്പം തുണി സേവ് ചെയ്യാൻ പറ്റി, പക്ഷെ മുഴുവനും കളർ പടർന്നിട്ടുണ്ട്, അപ്പം വിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് എന്തൊരു സ്കോപ്പാണ് ശരിക്കും ഉള്ളത്, കാരണം എല്ലാവർക്കും ഈ പ്രളയത്തിന്റെ പല രീതിയിൽ ചില ഓർമ്മകൾ വെക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ആ സമയത്ത് വന്ന ഒരു ബ്ലൗസാണ്, ഒരു ഡ്രസ്സാണെന്ന് വെച്ചിട്ട് എല്ലാ കാലത്തും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരെണ്ണമാണ് ചേന്നമംഗലത്തെ കൈത്തറി തന്നെ ഉണ്ടാക്കി. ഇത് അവിടെ അവര് വിൽക്കാനായിട്ട് തന്നെ ഒരു ബുട്ടീക്ക് ഉണ്ട് അവിടെ. ചില റിസോർട്ട് ഉണ്ട്, റിസോർട്ടിന്റെ സൈഡിൽ സീംസ്ട്രസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റിൽ ഉണ്ടായിരുന്ന, അതായത് അവരുടെ ലൈബ്രറി അത് മുഴുവൻ വെള്ളത്തിലായി, ചളി വന്നു കൂടാ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് ഇന്നും അതിന്റെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കും. വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അതേപോലെ ഈ തുണികൾ ഇന്നലെ നമ്മൾ അവിടെ പോയിട്ട് സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞില്ല ഇവരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മണ്ടത്തരം കാണിച്ച് അവിടെ എത്തിപ്പെട്ടത്. അതെ, ഇത് ഡിസ്ഇൻഫെക്ട് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ഇഫ് സേഫ് ടു വെയർ, നമുക്ക് പിന്നെ ആ ഡിസൈനിന്റെ ആ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതൊരു നല്ല ഇതായിട്ടാണ്. കാരണം നമുക്ക് വേറെ കിട്ടില്ല ഇനി അങ്ങനെ, ആ സ്റ്റോറിയാണ് നമ്മൾ വെയർ ചെയ്യുന്നത്. പൊസിഷൻ ചെയ്യാലോ നമുക്ക് വ്യക്തമായിട്ട്, അതായത് കോസാണ് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതിപ്പം ആ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ സ്റ്റോക്ക് നിറച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിക്കാൻ ചോദിക്കുന്നതിന് അർത്ഥം വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അടുത്ത പ്രാവശ്യം ഈ വെക്കേഷൻ ഇപ്പോൾ പോകുന്ന സമയത്തൊക്കെ അവിടെ എത്തിച്ചേരുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ വാങ്ങിക്കാൻ കഴിയും. ക്രാങ്കന്നൂർ എന്ന് പറയുന്ന റിസോർട്ട് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയുമാണ്. അവിടെ ചെന്നാൽ ഇതും കിട്ടും. നമ്മളപ്പോൾ അതിനെ ആൾക്കാർ അതിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അവരുടെ വാർഡ്രോബ് കളക്ഷനിലേക്ക്. കാരണം യുണീക്കാണ്, വേറെ ഒരിടത്തില്ല, അതിനൊരു സ്റ്റോറി ഉണ്ട് ആ ഓരോ പീസിനും. ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 5 യൂണിറ്റുകൾ അവിടെ ഉണ്ടെന്ന്. അതിൽ ഓരോരുത്തർക്കും പല രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ്. ചിലർക്ക് സ്റ്റോക്ക് പോയി, ചിലർക്ക് മെജോറിറ്റി അവർക്ക് സ്റ്റോക്കും പോയി, മെഷീൻസ് ഒക്കെ പോയി. ഇപ്പൊ എല്ലാവരും ബാക്ക് ടു വർക്കാണ്. പക്ഷെ ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ കുറെ ഫൈനാൻഷ്യൽ ഇക്കോസിസ്റ്റം ഈ ഗ്രാമങ്ങളിലുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിൽ ടൂറിസം ഉണ്ട്, അതിൽ ഈറ്ററീസ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി, പല സാധനങ്ങളും ഉണ്ട്. എല്ലാവരും എഫക്റ്റഡാ. കാരണം ഈ സമയം ഒക്കെ ആകുമ്പോഴേക്കും, ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഫുൾ ഒക്യുപ്പൻസിയിൽ റൺ ചെയ്യേണ്ട പ്രോപ്പർട്ടികളാണ്. ഈ പ്രളയത്തിന്റെ പേടിയിൽ ആൾക്കാർ വരാതെ, നമുക്കൊരു ടൂർ ഓപ്പറേഷൻ, ഒരു ട്രാവൽ കമ്പനി ഉള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ അടി കിട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതിനെ എങ്ങനെയും അതിജീവിക്കും എന്ന് പറഞ്ഞിട്ട് ഈ റിസോർട്ട് വിത്തിൻ 2 months തിരിച്ച് പഴയതിനേക്കാളും ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്റർപ്രൈസിങ് സ്പിരിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, പക്ഷെ അവരും തന്നെ ഈ തുണി വിൽക്കാൻ പറ്റില്ല, അത് പക്ഷെ അത് കളയാനും വയ്യ, അവിടെ സങ്കടപ്പെട്ടിട്ട് അട്ടിക്ക് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നലെ പോയി തകർന്ന പല മേഖലകളെ നമുക്ക് അങ്ങനെ നോക്കിയാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്ക് അതിനകത്ത് വാല്യൂ കാണണം, അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്, ഇത് വേറെ കിട്ടില്ല. ഇപ്പം പോട്ടറിയുടെ ഇതുപോലെ പറയുന്നത്, എനിക്ക് ആ പോട്ടറിയുടെ പൊട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു പെൻഡന്റ് അല്ലെങ്കിൽ ഒരു കമ്മൽ ഉണ്ടാക്കിയാൽ അതിനെ വളരെ യുണീക്കായിട്ട് വാല്യൂ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ചേക്കുട്ടി എന്നൊരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വരുന്നു, അത് ആളുകൾ വാങ്ങുന്നു, ആ കിട്ടുന്ന തുക സൊസൈറ്റിയിലേക്ക് ഏൽപ്പിക്കുന്നു, അത് കൃത്യമായിട്ടും ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലേക്ക് പോകുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നു, സൊസൈറ്റിയിലേക്ക് എത്തുന്ന തുക കൃത്യമായിട്ടും അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് എത്ര നാൾ എന്നാണ് നമ്മളൊരു കണക്കൂട്ട്, ഇത് എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ? അന്നത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ഒരു 6 മാസം കൊണ്ട് നമുക്കൊരു റിക്കവറി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം അതിനുശേഷം ഓൾമോസ്റ്റ് എത്തിച്ചേരുന്നു അല്ലേ? എങ്ങനെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ? ഇത് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോയി വർക്ക് ചെയ്തത് ഒരു യൂണിറ്റിലാണ്, കരിമ്പാടം എന്ന് പറഞ്ഞ യൂണിറ്റിൽ. അപ്പോൾ അവിടുത്തെ അവസ്ഥ, ആദ്യത്തെ ദിവസം അവർ തന്നെ നമുക്ക് എല്ലാം വെൽ ഡോക്യുമെന്റഡ് ആയി ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ അവരെന്ന് പറഞ്ഞത് തുണിത്തരങ്ങൾ മാത്രം 21 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് മെറ്റീരിയൽസ്, ബിൽഡിങ്ങിലുള്ള ചില്ലറ ഡാമേജുകളൊക്കെ കൂടെ 54 ലക്ഷം രൂപയുടെ ഡാമേജുകളാണുള്ളത്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങൾ പോകുന്ന ദിവസം 1,10,000 രൂപയാണ് കിടക്കുന്നത്. ചേക്കുട്ടികൾ ഉണ്ടാക്കാൻ തുടങ്ങി സെപ്റ്റംബർ 10-നാണ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവുന്നത്. 11-ാം തീയതി തൊട്ടിട്ട് ആദ്യത്തെ ഒരാഴ്ച എല്ലാ ദിവസവും 1 ലക്ഷം രൂപ വെച്ചിട്ട് മലയാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. അവരുടെ പേയ്മെന്റ് ഗേറ്റ്വേയിൽ അവരുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പോണത് നേരെ അവരുടെ ബാങ്കിലേക്ക്. അതാണ് നമ്മൾ വെച്ചാൽ ആ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, കാരണം അക്കൗണ്ടബിൾ ആയിരിക്കണം. അവിടെ അവർ കൺസ്യൂം ചെയ്യുന്നതും കൃത്യമായിട്ടും. അതെ, അപ്പൊ നിങ്ങളിപ്പോ ഒരു 500 രൂപ 550 രൂപയുടെ ചേക്കുട്ടി വാങ്ങുകയാണെങ്കിൽ ഇതിൽ ഇടനിലക്കാരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പണം നേരെ അവർ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ നിങ്ങൾ ഇടയ്ക്കും, ഞങ്ങളിപ്പം എറണാകുളത്ത് നിന്ന് വന്നിട്ട് നാളെ US പോവാണ്, ഒരു പാക്കറ്റ് തരാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഓൺലൈനിൽ പോയിട്ട് ഓർഡർ ഇടൂ, എന്നിട്ട് ആ നമ്പർ പറ. അപ്പൊ നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഷിപ്പ് ചെയ്ത് വന്നിട്ട് നമ്മളെ പേഴ്സണലി ഹാൻഡ് ഓവർ ചെയ്യാം, ഇല്ലെങ്കിൽ കൊറിയർ ചെയ്യുള്ളൂ. അപ്പൊ പൈസ അവിടെ വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു ചേക്കുട്ടി പോലും നമ്മൾ ഇതില് ചില്ലറ ഇപ്പൊ ഈ എല്ലാവരും വോളണ്ടിയേഴ്സാണ്. കാരണം ഇമെയിൽ റെസ്പോണ്ട് ചെയ്യുന്ന വോളണ്ടിയർ ആണ്, ഡെലിവറി ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ 3-4 കണക്ടേഴ്സ് ഉണ്ട്.
വീവേഴ്സ്. അപ്പൊ വീവേഴ്സിന് ആദ്യം അവർ തന്നത് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അക്കൗണ്ട് ആയിരുന്നു, അവരുടെ തന്നെ. പക്ഷെ ഇതിൽ ഓൺലൈൻ ബാങ്കിങ് ഇല്ല, ഇങ്ങനത്തെ ഫെസിലിറ്റി ഇല്ല, ഒരു പൈസ വന്നു കഴിഞ്ഞാൽ അലേർട്ട് ഇല്ല, ഇവരെ കമ്പ്യൂട്ടർ പോലും അതിനകത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്ത സാധനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പരിചയമുള്ള സംഘടനകളോ മറ്റു NGO ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് അതും ഇതൊക്കെ പണിയാവും. എന്ന് മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട. കൊടുക്കുന്നത് 25 രൂപയാണെങ്കിലും ആ 25 ഇസ് ഗോൾഡ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന് അക്കൗണ്ടബിലിറ്റി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഇവരുടെ ബാക്ക് എൻഡില് ഇവരുടെ ഈ വെബ്സൈറ്റ് ഞങ്ങളെ മാനേജ് ചെയ്യുന്നത്. പക്ഷെ ബാങ്ക് അക്കൗണ്ട് കരിമ്പാടം ചേന്നമംഗലം സൊസൈറ്റിയുടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 500 രൂപ അയച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ എത്തിയോ ഇല്ലയോ എന്ന് ഈ സൊസൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഞങ്ങൾക്ക് അറിയാൻ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ ഒരുപാട് അന്ന് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഇല്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു നമുക്ക് ബാക്കി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വോളണ്ടിയേഴ്സ് ഇല്ല, അവരുടെ സമയത്തിന് നമുക്ക് അല്ലാണ്ട് പറയാനും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരുള്ള സമയം ഒപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കുറെ പേരും ഇപ്പോഴും ഫുൾ ടൈമാ. ബാക്കി പണി മാറ്റി വെച്ചിട്ട് കമ്പനിയിൽ പോവാതെ ലീവ് എടുത്ത് സ്വന്തം ബിസിനസ് ഓൾമോസ്റ്റ് എംപ്ലോയീസിനെ ഏൽപ്പിച്ചിട്ട് ഫുൾ ടൈം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന 6-7 പേരാണ് ഇപ്പൊ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ ഡെലിവറി മെക്കാനിസത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഡിലേ വന്നു. അതായത് ഇപ്പോഴും സെപ്റ്റംബർ 12-നോ 16-നോ ഒക്കെ ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ചേക്കുട്ടിയെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ കുറച്ച് ഇപ്പൊ നവംബറൊക്കെ നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതാ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഡോട്ട് മെട്രിക്സ് പ്രിന്ററിലാണ് ഇന്നും സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ അതിൽ ഒരു വരി മാത്രമേ ഉണ്ടാവുള്ളൂ, ഓർഡർ നമ്പർ കാണൂല, ഒന്നുകിൽ ആളുടെ പേരുണ്ടാവില്ല, 3 നമ്പറൊക്കെ ഫോൺ നമ്പറിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ കുറെ ഡിലേ ഉണ്ട്. പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ എല്ലാവർക്കും പേഴ്സണലി വിളിച്ച് സംസാരിച്ച് മെല്ലെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ബാക്ക് ടു ഇപ്പോഴും ഡിലേ ഉണ്ട്. ഇപ്പോൾ വരുന്ന ഒരു ഓർഡറിന്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് എത്രത്തോളം നമുക്ക് അതിന്റെ ഒരു വോളിയം എത്രത്തോളം നമുക്ക് ഉണ്ടെങ്കിൽ 8000 എണ്ണം വേണമെന്നുള്ള സ്ഥിതിയില്ല. കാരണം ക്രിസ്മസ് ഡെക്കറേഷൻസ് ആയിട്ട് 1000-കണക്കിന് വരുന്നുണ്ട്. കല്യാണങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ്. ഇപ്പൊ 5 പേരുള്ള ഈ വർണ്ണ ചിത്രങ്ങളും അല്ലെങ്കിൽ ഗോൾഡ് കളറുള്ള ബോളുകളൊക്കെ തൂക്കുന്നതിന് പകരം നമുക്ക് ചേക്കുട്ടികൾ ഇപ്പോ ജാനുവരിയിൽ എറണാകുളത്ത് ഒരു ഡാൻസ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്, മാമാങ്കം ഒക്കെ നടത്തുന്നത്. അപ്പൊ അവര് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഓർക്കിഡുകളും അതും ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയൊക്കെ കൊണ്ടുവന്നിട്ടാണ് സാധാരണ അലങ്കരിച്ചിരുന്നത്. അതിന് പകരം നമ്മളെ ഓരോ പൂവുകൾ, വലിയ പൂവുകളെ ചെണ്ടുവല്ലിനെയൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ചേക്കുട്ടി. അപ്പൊ ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയാസ് അല്ല. പാർട്ടിക്ക് കല്യാണക്കൊക്കെ തീമായി മാറിയിരിക്കുകയാണ് ചേക്കുട്ടി. ഈ ക്വാണ്ടിറ്റി ഇപ്പം വരുന്നത് മറ്റേത് ഒരു 10 ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ആ നല്ല ചൂടില് ഉള്ളത് ഇപ്പോൾ 2 മാസം പോയിട്ട് പിന്നെ ഇത് താഴത്തേക്ക് പോകുന്നു വിചാരിച്ചു. ഇപ്പൊ എന്താ വെച്ചാല് ആ ചൂടിൽ വന്നൊക്കെ 550, 1050 മാക്സിമം ഒരു എണ്ണം കുറഞ്ഞു, പക്ഷെ ക്വാണ്ടിറ്റി കൂടി. പക്ഷെ അതുകൊണ്ടുള്ള ഒരു ഇത് എന്താ വെച്ചാൽ ഇപ്പോ ഈ കരിമ്പാടം വീവേഴ്സ് യൂണിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 13 ലക്ഷത്തോളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഓൺലൈൻ ഒരു മാസത്തിനുള്ളിൽ. പിന്നെ നമ്മൾ ഫെഡറൽ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി. അതായത് 25 രൂപയാണല്ലോ ചേക്കുട്ടി. അപ്പോൾ ഞങ്ങൾ വിൽക്കുന്ന ഓരോ ചേക്കുട്ടിക്കും 10 രൂപ ഒരു ടോപ്പ് അപ്പ് തരാ പറഞ്ഞു. അപ്പൊ എന്റെ 10 ലക്ഷം രൂപ അവർ തരുന്നു. ചെക്ക് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോ ഇനിയിപ്പോ ഈ ആഴ്ച ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ 10 ലക്ഷം. കാരണം അതിന്റെ 1 ലക്ഷം വരെയുള്ള ചേക്കുട്ടിയാണല്ലോ, അത് ഓൾറെഡി സെയിലായി. അപ്പൊ ആ പൈസ ഇനി തീർച്ചയായിട്ടും നമുക്ക് ഒരു 6 അല്ലെങ്കിൽ 7 മാസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത്. ഇത് അടുത്ത ആഴ്ചക്ക് അവര് 1 വർഷത്തിലുള്ള ഒരു ടേൺ ഓവർ ഞങ്ങൾ കവർ ചെയ്യും. ശരി. ഞാൻ ചോദിച്ചത് ഈ മിഷണറീസ് ഒക്കെ റിക്കവർ ചെയ്യാൻ ഇവര് ഫുള്ളി ഫങ്ഷണൽ. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വരെ 8 അടിയില് ചോക്ക് കൊണ്ട് എഴുതി വെച്ച മഹാപ്രളയം 2018 ഫ്ലഡ് വാട്ടർ ലെവൽ എന്നുള്ള സാധനം കണ്ടില്ലെങ്കിൽ ഇവിടെ പ്രളയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂല. അമ്മാരി റിക്കവറിയാണ് എവറി സിംഗിൾ. അല്ല ഞങ്ങളുടെ ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ടാണല്ലോ അങ്ങനെ. അല്ല ഞങ്ങൾ മാത്രല്ല, അവിടെ വേറെ ഉണ്ടായിട്ടുള്ള വെച്ചാല് ഇപ്പോ കൊച്ചിൻ ഷിപ്പ് യാർഡ്, റോട്ടറി ക്ലബ്ബ്, ഇവരൊക്കെ വന്നിട്ട് ഓരോ തറികൾ വെച്ചിട്ട് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ട്രാവൽ ബിസിനസ്സിൽ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ കമ്പനി ഒരു മാജിക് ടൂർസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ദീപേന്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചത് അവർ പറഞ്ഞു
നമുക്ക് 10 ലക്ഷം രൂപ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ 10 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30,000 രൂപ ഒരു തറിക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 30ഓളം നെയ്ത്തുകാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ അങ്ങനത്തെ കമ്മിറ്റ്മെന്റ് ഇങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ. ഷിപ്പ് യാർഡ് വരുന്നു, റോട്ടറി വരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു വാല്യൂ അഡീഷൻ ആണ് ചേക്കുട്ടി. പക്ഷെ ചേക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ പ്രോസസ് ഡ്രിവൺ ആണെങ്കിലും തന്നെ ഡേ 1 തൊട്ടിട്ട് പൈസ വന്നു. മറ്റത് കുറെ NGOസും ഡെവലപ്മെന്റ് സെക്ടറിൽ ആൾക്കാർ വന്നിട്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി ഒക്കെ ഉണ്ട്, അനാലിസിസ്, അത് ട്രെൻഡ്, പല സാധനങ്ങളും നടക്കുന്നുണ്ട്, പൈസ വരുന്നുണ്ട്. അപ്പൊ ഇവര് NGOs വർക്ക് ചെയ്യുന്നതിന്റെ ഒരു വ്യത്യാസം നമ്മൾ വർക്ക് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ അവരെ കുറ്റം പറയല്ല, പക്ഷെ ആ പ്രോസസ്സിന്റെ കാര്യം പറയും. അവരെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഫണ്ടർ ചിലപ്പോൾ ലക്ഷ്മി ആയിരിക്കും, എന്റെ കയ്യിൽ കുഞ്ഞ് NGO ഉണ്ട്, എനിക്ക് നിങ്ങളെ സഹായിക്കണം, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ റിപ്പോർട്ട് നിങ്ങളടുത്ത് നിന്ന് കളക്ട് ചെയ്ത് അനാലിസിസ് ഒക്കെ റെഡിയാക്കി ലക്ഷ്മിക്ക് കൊടുത്താലേ ലക്ഷ്മിക്ക് ഫണ്ട് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം പ്രോസസ് ഡ്രിവൺ, റെഡ് ടൈപ്പ് അത് ഇതൊക്കെ കഴിഞ്ഞ് പൈസ വരുമ്പോഴേക്കും ഇവിടെ പട്ടിണി പരിവട്ടമായി ഇവര് ഈ പരിപാടി വിട്ട് എങ്ങോട്ടേലും പോകും. തീർച്ചയായിട്ടും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സർക്കാരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അത് ആക്ച്വലി ഇങ്ങോട്ടാണ് നമുക്ക് ആദ്യം ഒരു വിളി വന്നത്. അതായത് ഇപ്പൊ ഞങ്ങള് ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സജീവമാണ്. അപ്പോൾ ഇതിലിപ്പോൾ എസ്പെഷ്യലി ഞാൻ ടൂറിസം സ്പേസിൽ വർക്ക് ചെയ്യുന്ന കാരണം എല്ലാവരും ഇതുപോലെ ലിറ്ററലി നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ നെഞ്ചന്തടി നിലവിളിയായിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുക. അപ്പൊ ഇതില് ഗവൺമെന്റ് അതോറിറ്റീസ് ഒക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സെക്രട്ടറിമാര്, സീനിയർ IAS ഓഫീസേഴ്സ്, ഈവൻ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതില് CMന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് വന്നൊരു മെസ്സേജ് എന്താ വെച്ചാല് 100 ചില്ലാനം കമന്റ്സ് കാണുന്നുണ്ട്, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക, അത് പോയി ഇത് പോയി. നമ്മൾ പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരൊറ്റ ഐഡിയ ഞങ്ങൾ അതിൽ കണ്ടത് ചേക്കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് അന്ന് CM US പോകുന്ന സമയത്ത് നിന്ന് ശിവശങ്കരൻ സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സാറ് വിളിച്ചിട്ടാണ് നമ്മളടുത്ത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പൊ സാറിനെ പോലുള്ള ഒരാൾ ഇത് ഒബ്സർവ് ചെയ്തു എന്നപ്പോ തന്നെ ഞങ്ങളുടെ ഒരു മനസ്സിലായി. കാരണം സാറ് വർഷങ്ങളായിട്ട് നമുക്കറിയാം, പക്ഷേ അതിന്റെ സാധ്യതകള് സാറിന് പെട്ടെന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല കൂടുതൽ ആർഗ്യുമെന്റ്സ് നമുക്ക് തരികയാണ്. അതായത് സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫേസ് ഇമോഷണൽ വാല്യൂ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകും, പക്ഷെ അതിൽ നിൽക്കരുത്. ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ ഇത് എപ്പോൾ തീരുമെന്നുള്ളത്. സാറ് സ്പെസിഫൈ ചെയ്ത സാധനം വെച്ചാൽ ഇതുപോലെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസൻസും ആർട്ടിസ്റ്റുകളും വേറെ കമ്മ്യൂണിറ്റികളും കേരളത്തിലുണ്ട്. അതിലേക്ക് നമുക്ക് ചേക്കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റും. എന്ന് മാത്രമല്ല ചേക്കുട്ടിയെ നമുക്കൊരു സുവനിയർ ആക്കിയിട്ട് ആ ഒരു സുവനിയർ കൾച്ചർ, കാരണം കേരളത്തിൽ വരുന്ന ഒരു യാത്രക്കാരന് സായിപ്പ് ആയിക്കോട്ടെ, നോർത്ത് ആയിക്കോട്ടെ, ഈ കഥകളിയുടെ മുഖവും വലിയ ചുണ്ടൻവെള്ളവും കൊടുത്തിട്ട് അതിന് പകരം അതിന് വികാരങ്ങളില്ല. കാരണം നമ്മൾ കഥ പറഞ്ഞു കൊടുക്കും. മലയാളിക്ക് നന്നായിട്ട് കഥ പറയാൻ അറിയുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റിൽ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ പൊക്കാളിയുടെ കഥ പറഞ്ഞു, ഇപ്പൊ വെറും കുറച്ച് ചോറ് എടുത്തിട്ട് സായിപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിലയില്ല. പക്ഷെ അതിന് പകരം ഇതൊരു ക്ലൈമറ്റ് ചേഞ്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഇതുപോലെ മറ്റൊരു പ്രളയത്തിൽ വന്ന് നാട്ടിലടിഞ്ഞൊരു നെല്ലിനമാണ്, അതിൽ നിന്ന് ഉണ്ടാവുന്ന അരിയാണെന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് 20 റുപ്യ കൊടുക്കുന്ന സാധനം 500 രൂപയ്ക്ക് തരാൻ തയ്യാറായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ സാറോ എന്ന് പറഞ്ഞത് ഇത് കേരളത്തിന്റെ സൂനിയറായിട്ട് നമുക്ക് മാറ്റുന്നതിനെ പിന്നെ ഇതെല്ലാം ഫോൺ വഴിയാ. 9-ാം തീയതി ലോഞ്ച് ചെയ്തു, 12-ാം തീയതി ഞാൻ തോന്നുന്നു CMന്റെ ഫേസ്ബുക്ക് പേജില് ഇതുപോലത്തെ മാതൃകകളാണ് കേരളത്തിന് വേണ്ടത്, IT കമ്മീഷനെയും സ്റ്റാർട്ടപ്പ് കമ്മീഷനെയും ഒക്കെ ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അത് ഐ തിങ്ക് ടേൺഡ് അറൗണ്ട് ദ ഹോൾ തിങ്. കാരണം പെട്ടെന്ന്, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സഹായമായി പോയി. കാരണം പോസിറ്റീവ് സ്റ്റോറീസ് നോക്കിക്കൊണ്ടിരിക്കില്ല മീഡിയ. പിന്നെ അവിടുന്ന് ഇപ്പൊ അപ്പൊ അത് ആ ഒരു യൂണിറ്റ് സെക്യൂർ ആയി. പിന്നെ അവിടെ തന്നെ നെയ്ത്തുകാരുടെ അടുത്ത യൂണിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഗൈഡൻസ് നന്നായിട്ട് തരുന്നുണ്ടായിരുന്നു. ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടേഴ്സ് വന്നു. എന്ത് ഹെൽപ്പാ വേണ്ടത് ഡയറക്ടർ ഉടനെ വിളിക്കുക, നിങ്ങൾക്ക് എവിടത്തേക്ക് വേണം, എങ്ങനെയൊക്കെ കണ്ടീഷൻ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തീർന്നു. ശ്രീ ഗോപിനാഥ് പറഞ്ഞു ടൂറിസം രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും ഒരു ടൂറിസം ഓപ്പറേറ്റിംഗ് കമ്പനി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ. അത് ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ദ ബ്ലൂ യോണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ കമ്പനി ഉണ്ട്. അപ്പോൾ അത് ഭാരതപ്പുഴയെ ഫോക്കസ് ചെയ്തിട്ട്, ഞാൻ തിരൂരാണ്, മലപ്പുറം തിരൂരാണ്. അപ്പോൾ പുഴ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആത്മബന്ധമുള്ളൊരു വികാരമാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ആർത്തി കൊണ്ടും അഹങ്കാരം കൊണ്ടും നമ്മൾ നശിപ്പിച്ച
കുറേ പുഴകളിൽ ഒന്നാണ് ഭാരതപ്പുഴ. അത് തീർച്ചയായിട്ടും എടുത്തു പറയണം. കാരണം ഞാൻ ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു. ആ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ആലുവയിൽ ടാക്സിയിലാണ് ഞാൻ വന്നിരുന്നത്. വന്നത് ഇറങ്ങിയപ്പോൾ ടാക്സി ഓടിച്ച ഡ്രൈവറിനോട് പറഞ്ഞു, സാർ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് ആക്ച്വലി ബിൽഡിങ്ങുകളും ഒരുപാട് കടകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇത് പണ്ട് പുഴയായിരുന്നു. ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ബിൽഡിങ്ങുകൾ വന്നപ്പം ഈ പ്രളയ സമയത്ത് ആ പുഴയിൽ എന്തായിരുന്നോ എൻ്റെ പഴയ സ്ഥലം, ആ സ്ഥലത്തൂടെ പുഴ കയറി ഒഴുകിയ കാഴ്ചയാണ് സാർ ഇപ്പോൾ കാണുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. പുഴയെ കയ്യേറിയല്ല, പുഴ ഇതാണ് എന്റെ റൂട്ട്. പലപ്പോഴും ഇപ്പൊ നമ്മുടെ പത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകളുണ്ടല്ലോ. അപ്പൊ നമ്മൾ കാണാം കര കവിഞ്ഞൊഴുകി, പുഴ കര കവിഞ്ഞൊഴുകി എന്നാണ്. ഈ പുഴ നമ്മൾ കയ്യേറിയപ്പോ പുഴ സ്വാഭാവികമായിട്ടുള്ള പുഴയുടെ റൂട്ടിലൂടെ പോയതാണ്. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് സെക്ടറിന്റെ ചലഞ്ചസ് കുറെ ഉണ്ട്. അപ്പൊ ആ സമയത്താണ് പക്ഷെ എന്നാൽ ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസം എന്നുള്ളൊരു വഴി സ്വീകരിക്കാതെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ പുഴയുടെ പ്രസക്തി ജനങ്ങളിലേക്കും, നമ്മുടെ നാട്ടുകാരെ മാത്രമല്ല പുറം ലോകത്തിനെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലാണ് നമ്മൾ ബ്ലൂ യോണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവൽ കമ്പനി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടുവരുന്നു. പക്ഷെ അത് വെറുതെ കൊണ്ടുവന്നൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. അതിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ അതിന് ആൾക്കാർ പോകുന്നത് ആലപ്പുഴയും കുമരകവും ഇതുപോലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഇമ്പമാർന്ന സ്ഥലങ്ങളാണ് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് എവിടെയാ? തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് പോലുള്ള ജില്ലകളിലെ ഗ്രാമങ്ങളില്. ഇപ്പൊ ഞങ്ങള് തിരൂര് എന്ന് പറഞ്ഞ ഒരു തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടാണ്. പക്ഷെ ഇന്ന് മലയാളിക്ക് അറിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഗൾഫ് മാർക്കറ്റ് അറിയപ്പെടുന്നത് തിരൂരാണ്. അപ്പം അത് മോശമെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് ഇപ്പം പറയപ്പെട്ട പന്തിരുകുലം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെജൻസ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. അപ്പൊ അതിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഈ പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റണം അഭിമാനത്തോട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കുമ്പാരന്മാര്, പോട്ടേഴ്സ്, ടെക്സ്റ്റൈൽ വീവേഴ്സ്, പിന്നെ പൂതനും തെറയും, പിന്നെ കഥകളി കോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാര്, പാവക്കഥകളി, ഷാഡോ പപ്പട്രി, പിന്നെ അങ്ങനത്തെ എല്ലാം ഈ പടത്തിൽ. ഇവര് പ്രത്യേകത എന്താ വെച്ചാൽ പാലക്കാട് ഗ്യാപ്പ് 40-45 കിലോമീറ്റർ വീതിയുള്ള ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ വൈഡസ്റ്റ് ഗ്യാപ്പാണ്. ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ആണ് ഈ സാധനം, ഇൻ ദ സെൻസ് ഓഫ് ഈ കാരണം ഒരു മല വെസ്റ്റേൺ ഗാട്സ് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ആ വാലി കൂടിയാണ് ഈ സംസ്കാരം മുഴുവൻ വന്നിട്ടുള്ളത്. അപ്പോ ഉജ്ജയിൻ എന്നുള്ള കവി തൊട്ട് മൈസൂരിൽ നിന്നുള്ള നെയ്ത്തുകാരൻ വരെ ഈ ഭാരതപ്പുഴയുടെ തീർത്ത് സെറ്റിൽ ചെയ്യുക. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യുക. നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് അവർക്ക് ഉപജീവന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇപ്പൊ നമ്മള് ആറന്മുള കണ്ണാടിയെ കുറിച്ച് പറയുന്നു. മലയാളിക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള അടയ്ക്കാപുത്തൂര് എന്ന ഗ്രാമത്തിൽ ഇതിനേക്കാളും എനിക്കൊരു ഇത്തിരി സെൽഫിഷ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനേക്കാളും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ സാധനം നോക്കി കഴിഞ്ഞാൽ ഫൈൻനെസ് ആറന്മുള കണ്ണാടിയെക്കാളും ഡിസൈൻ വൈസ് ഫാർ ബെറ്ററാ, സുപ്പീരിയർ ക്വാളിറ്റിയാ. ആർക്കറിയാം, ഒരാളെ ബാക്കിയുള്ളൂ. അതിന്റെ ടെക്നിക്കൊക്കെ അതാണ്. പക്ഷെ അത് കണ്ടു പഠിച്ചിട്ട് അവിടെയുള്ള ഒരു, എനിക്ക് തോന്നുന്നു രാമൻ നമ്പൂതിരി ആണെന്ന് തോന്നുന്നു, അരവിന്ദന്റെ അച്ഛന്റെ അടുത്ത് 93 മറ്റോ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കേട്ടറിഞ്ഞതാണ്, നിനക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു പീസ് കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹം 6 വർഷം റിസർച്ച് ചെയ്തിട്ട് അതിനേക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള സാധനമാക്കിയിട്ട് മാറ്റുന്നത്. പക്ഷെ ഇന്ന് 39-40 വയസ്സുള്ള കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു അവകാശി. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഈ ഭാരതപ്പുഴയുടെ തീരത്തുണ്ട്. അപ്പൊ ഈ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചോളം അവർക്ക് പുതിയൊരു അനുഭവം. സാധാരണ നമ്മൾ കേരളത്തിൽ പറയപ്പെടുന്ന ഈ മൂന്നാർ പോവുക, അല്ലെങ്കിൽ തേക്കടി പോവുക, ഈ പറഞ്ഞ പോലെ കുമരകം പോവുക, അല്ലെങ്കിൽ ആലപ്പുഴ പോവുക എന്നുള്ള കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സംസ്കാരത്തിന്റെയും കൂടെ ഒരു പഠനം കൂടിയാണ്. ഇപ്പൊ കഥകളി എല്ലാരും കണ്ടിട്ടുണ്ട്, കഥകളി കോപ്പുണ്ടാക്കുന്നത് കാണാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ എന്റെ കേരളം ഒരു സെഗ്മെന്റ് നമ്മൾ കാണിക്കാറുണ്ട്, ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത്, ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ടാക്കുന്നത്. എല്ലാരും ഇത് കാണാനും വായിക്കാനും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ആ കോപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കഥകളിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്തോരം രസമാണെന്നറിയാം. പിന്നിലുള്ള ഹാർഡ് വർക്ക് കാണുന്നുണ്ടല്ലോ. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അദ്ദേഹം രാമൻകുട്ടി കോതാവിൽ അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് കോപ്പ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇപ്പോ 10-15 ദിവസം മുമ്പ് മരിച്ചുപോയി അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലുള്ള താല്പര്യങ്ങൾ മക്കളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ അതൊരു മഹാഭാഗ്യം. അതിന്റെ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ടോ എന്നുള്ളത്. ഡിമാൻഡുകളല്ല പ്രശ്നം, ഇത് പഠിച്ചെടുത്തിട്ട് ഈ പണിയിലേക്ക് ഇറങ്ങാനുള്ള മടിയാണ്.
മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ആൾക്കാർക്ക് അത് ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനത്തെ ചെറുപ്പക്കാരും ഉണ്ട്. ഇങ്ങനത്തെ സ്കില്ലിനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല നമ്മൾ. അതാണ് അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് നമ്മുടെ ഒരു നല്ല പദ്ധതിയാണ്. കേരളത്തെ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ സംസ്കാരവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പൈതൃകവും ഒക്കെയാണ് ശ്രീ ഗോപിനാഥിന്റെ ബ്ലൂ യോണ്ടർ അല്ലെ, ബ്ലൂ യോണ്ടർ എന്നുള്ള ഒരു സംരംഭത്തിലൂടെ എത്തുന്ന ശ്രീ ലക്ഷ്മി മേനോനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസൈനറാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് പുറത്തേക്ക് ആൾക്കാർക്കാർക്കും കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എങ്ങനെയാണ് ആക്രിയോളജിസ്റ്റ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആക്രിയോളജിസ്റ്റും ഡിസൈനറാണ് ബൈ പ്രൊഫഷൻ, ഒരു സോഷ്യൽ ഓൺടർപ്രണർ ബൈ പാഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഡിസൈനിൽ കിട്ടിയിരിക്കുന്ന കുറെ സ്കിൽസ് എല്ലാം നമുക്ക് സൊസൈറ്റിയിലെ കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എങ്ങനെ അതിനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ 1-2 ഇനീഷ്യേറ്റീവ്സ് ചെയ്തിരുന്നു. ഒന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അമ്മൂമ്മത്തിരി എന്ന് പറഞ്ഞിട്ട്, അതായത് വയസ്സായ അമ്മൂമ്മമാർക്ക്, പ്രത്യേകിച്ച് ഓൾഡ് ഏജ് ഹോംസിലൊക്കെ കൊണ്ടാക്കിയിരിക്കുന്ന അമ്മൂമ്മമാർക്ക് വരുമാനവുമില്ല, അവർക്കൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ആവതുമില്ല. അപ്പോൾ അവർക്ക് ഈ വിളക്കിന്റെ തിരി ഉണ്ടല്ലോ, ആ തിരി അതിന്റെ നൂല് കൊണ്ട് കൊടുക്കുകയാണ്. അവരതുകൊണ്ട് തിരി ഉണ്ടാക്കും. അപ്പോൾ ചുമ്മാതിരിക്കാതെ ചുമ്മാ തിരിച്ചത് ശരിക്കും തിരിയില്ലേ നമ്മുടെ വിളക്ക് തിരി നമ്മുടെ, അപ്പൊ അതിന് ചുമ്മാതിരിക്കാതെ ചുമ്മാ തിരിച്ചത് അമ്മൂമ്മത്തിരി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി ഓൾഡ് ഏജ് ഹോംസിലെ അമ്മൂമ്മമാർക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് അത് മാറുന്നുണ്ട്. അതിന്റെ ഗുണം എന്താ വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ ഒരു ഐ ഹാൻഡ് കോർഡിനേഷന്റെ ഒന്നും വലിയ ആവശ്യമില്ല. പിന്നെ ഒരുമാതിരി എല്ലാവർക്കും ഇത് ചെയ്യാനറിയാം. മാത്രമല്ല ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു അക്യുപ്രഷർ ഇഫക്റ്റ് ഉണ്ട്. അതാണ് ഈ അമ്മമാര് പറയുന്നത് വെച്ചാൽ മോളെ ഞങ്ങൾക്ക് 10 പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് രാവിലെ എണീറ്റ തൊട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട്. മറ്റേത് ഈ വിഷമങ്ങൾ തന്നെയാണ് ഇവരുടെ. ഇതിപ്പോ എന്താ നല്ല രസം, സ്കൂളിലെ പിള്ളേർ ഇരിക്കുന്ന പോലെ എല്ലാവരുടെ വട്ടം കൂടി ഇരുന്നിട്ട് കത്രിക വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചത് പിടിക്കുന്നു, കട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ 30-ന്റെ ഓരോ പാക്കറ്റ്സ് ആയിട്ട് മേടിച്ചിട്ട് അത് വിറ്റിട്ട് ആ പൈസ മുഴുവൻ യാണാണ്. എനിക്ക് ഹാൻഡ്ലൂമായിട്ടുള്ള കണക്ഷൻ, ആ സെയിം ഹാൻഡ്ലൂമിൽ നിന്നുള്ള യാൺ തന്നെയാണ് നമ്മൾ ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഏറ്റവും നനനത്തെ ഇതാണ്. പണ്ടെന്ന് വെച്ചാൽ മുണ്ടിൽ നിന്നല്ലേ തിരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പൊ അത് മുണ്ടെടുക്കുന്നവർ തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ആൺ തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കും. അപ്പൊ അവരത് കൂട്ടായ്മ കൂടെ ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ ഒരു അമ്മൂമ്മയ്ക്കൊക്കെ 100-200 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. തെറപ്പറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പൊ ഇതില് ഈ ലക്ഷ്മി പറഞ്ഞ അമ്മൂമ്മ തിരി ഉണ്ടല്ലോ, അപ്പൊ ഇതുപോലെ ലക്ഷ്മി ചെയ്യണ വേറൊരു കാര്യം, ഒരു വിത്ത് ലവ്, പെൻ വിത്ത് ലവ് ഒരു സംഭവം ഉണ്ട് മൂപ്പത്തിര കയ്യില്. അപ്പൊ ഇതെന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു 3-3.5 കോടി ജനങ്ങള്, ഒരു കോടി ജനങ്ങളെങ്കിലും ചുരുങ്ങിയത് ഒരു പ്ലാസ്റ്റിക് പേന എവറി സെക്കൻഡ് വീക്ക് ഡിസ്പോസ് ചെയ്യുന്നത്. ഇത് എവിടെ ഡിസ്പോസ് ചെയ്യുന്നത്? ഇത് മുഴുവൻ ഈ പറയുന്ന പുഴകളിലും റീസൈക്കിൾ ചെയ്യുക. കാരണം അതിനകത്ത് ഇങ്ക് ഉള്ളത് കൊണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സൊല്യൂഷനാണ് ആജാദി ലോഞ്ച് ചെയ്തിട്ടുള്ള പേപ്പർ പേനകള്. അപ്പോൾ പ്രിന്റിംഗ് പ്രസ് എന്നൊക്കെ കളയുന്ന വേസ്റ്റ് ആയിട്ട് പോകുന്ന പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് ആണ് ഈ പേന ഉണ്ടാകുക. അപ്പൊ അതില് നമുക്ക് ഇപ്പോഴും റീസൈക്കിൾ ചെയ്യാൻ വയ്യാത്ത ഒരു എലമെന്റ് ഉള്ളത് റീഫില്ലാണ്. പക്ഷെ അതിന്റെ പിന്നില് ഒരു വിത്തും വെച്ചിട്ട് ആണ് ഈ പേന പോകുന്നത്. അപ്പൊ ഈ ഉപയോഗം കഴിഞ്ഞാൽ വരും. അപ്പൊ ഇത് ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല്, പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഈ ഇപ്പൊ ചേക്കുട്ടി എങ്ങനെ ഉണ്ടായെന്ന് പറയല്ലോ, ചേക്കുട്ടി ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓവർനൈറ്റ് കൺസെപ്റ്റ് അല്ല ഇത്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ലക്ഷ്മിയെ പോലുള്ള വ്യക്തികളും ചെറിയ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഇന്റർവെൻഷൻസും പിന്നെ മറ്റു പലരുടെയും അനുഭവങ്ങളെല്ലാം കൂടെ സത്യം അതിനുള്ള ഒരു പല ടിപ്പിംഗ് പോയിന്റ്സ് പണ്ട് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് 3 മണിക്കൂറിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. കാരണം സോഷ്യൽ ആംഗിൾ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്സൈക്ലിംഗ് അതിലും പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഗോപി ചെയ്യുന്നത് ആ സെയിം ആണ്. പണ്ടത്തെ ഇതിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതെല്ലാം തന്നെയാണ് ചേക്കുട്ടിയും. ഇപ്പൊ ക്രൗഡ് സോഴ്സിംഗ് പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ വളരെ അതൊരു ടെർമിനോളജി കൊടുത്തിട്ട് ക്രൗഡ് സോഴ്സിംഗ് എന്നൊക്കെ ഭയങ്കര സ്റ്റൈലിൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്രൗഡ് സോഴ്സിംഗ് ശരിക്കും വന്നിട്ടുള്ളത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തു നിന്നാണ്. കാരണം ഒരു ദിവസം ട്രാക്സ് വി ലീവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ കോഴിക്കോട്. ഞാൻ അവിടെ 93-94 വോളണ്ടിയർ ആയിട്ട് പോയതാ. ഇന്നും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഫ്രണ്ടിലില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെ കൊണ്ടാവുന്ന ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവർ അവിടുത്തെ. അപ്പോൾ അവിടുന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് എന്താ പറയുക, ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്
കൺഫൈൻ ടു ബെഡ് ആയിട്ടുള്ള, അതായത് 21-22 വയസ്സായ ചെറുപ്പക്കാർ തെങ്ങിൽ നിന്ന് വീണിട്ട് നടുവൊടിഞ്ഞ് കിടക്കുന്നവർ മരിക്കില്ല, പക്ഷെ കാലാകാലം കിടക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവരുടെയൊക്കെ ഇവരെ അങ്ങനെ ഇടാൻ പറ്റുമോ? അപ്പൊ അവരെ എൻഗേജ് ചെയ്യുക, അപ്പൊ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ നോക്കിയിട്ട് എത്രയോ ലക്ഷം വോളണ്ടിയേഴ്സ് കേരളത്തിലുണ്ട്. ഇത് ഫുള്ള് ക്രൗഡ് സോഴ്സിങ്. അപ്പൊ ഈ ഓരോ ഇപ്പൊ IPM പോലുള്ള സ്ഥാപനം റൺ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 1,86,00,000 രൂപയെങ്കിലും ഒരു വർഷം വേണം. ഈ പണം സ്വരൂപിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വലിയ വലിയ ഗ്രാൻഡുകളോ വിദേശ ഫണ്ടുകളോ അല്ല, നിങ്ങളെ പോലെയും എന്നെ പോലെയുള്ള ആൾക്കാർ ഒരു ദിവസം മാറ്റി വെക്കുന്ന 3 രൂപയിൽ നിന്നാണ്. ട്രാക്സ് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ $25 അന്നത്തെ 25,000, ഇന്നിപ്പോ ഒരു $15 അപ്പോൾ ഈ 1,000 രൂപ, ഈ 1,000 രൂപ സ്വരുക്കൂട്ടി വെക്കുന്നത് നാട്ടുകാർ കൊടുക്കുന്ന കുഞ്ഞി തുകകളാണ്. ഇപ്പൊ നമ്മുടെ ചേക്കുട്ടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എന്താ, നാട്ടുകാരിലേക്ക് പോയി, നാട്ടുകാരാണ് വോളണ്ടിയർ. ഇപ്പോ ഇന്നലെ ഇവിടെ നടന്ന വർക്ക്ഷോപ്പ് ആക്ച്വലി 251ാമത്തെ വർക്ക്ഷോപ്പാ, 2 മാസം കൊണ്ടുണ്ടായതാ. 8-9 രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 8-9 വലിയൊരു ആശയം തന്നെയാണ് ശ്രീ ഗോപിനാഥും അതോടൊപ്പം തന്നെ ശ്രീമതി ലക്ഷ്മി മേനോനും നമുക്ക് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഹെവൻലി ഏഞ്ചൽസിലെ കുട്ടികളോടൊപ്പം ചേക്കുട്ടി ഉണ്ടാക്കാനായി അബുദാബിയിൽ പോയിരുന്നു. ചാനൽ ഡി വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇന്നത്തെ നമ്മളത് പ്രക്ഷേപണവും ചെയ്തിരുന്നു. ആ കുട്ടികൾക്കുള്ള ഒരുപാട് സഹായം അവരുടെ തന്നെ ഒരു മാതൃക തന്നെയായിട്ടാണ് അവർ ചേക്കുട്ടിയെ കണ്ടത്. കാരണം ചേറിൽ നിന്ന് പുനർജനിച്ച കുട്ടികൾ ചേക്കുട്ടി എന്നുള്ള ആ ഒരു ഇതിനപ്പുറത്തേക്ക് ചേറിനെ അതിജീവിച്ച ചേക്കുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുട്ടികൾക്കും അവരുടെയും ഒരു അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരും ആ ഒരു ചേക്കുട്ടി നിർമ്മാണത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് ഇവിടെ ചേക്കുട്ടിയുമായി എത്തിച്ചേരുമ്പോൾ, ഈ ഒരു വിഷയവുമായി എത്തിച്ചേരുമ്പോൾ മുമ്പോട്ട് വെക്കാനുള്ള ഒരേ ഒരു ആശയമേ ഉള്ളൂ. ഇതിനു മുമ്പും ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ അലമാരകളിൽ ഈ ചേക്കുട്ടിക്കും അവിടുത്തെ മറ്റ് ഒരുപാട് പാവകൾക്കിടയിൽ ചേക്കുട്ടിക്കും ഒരു സ്ഥാനം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. 25 രൂപയാണ് ഇന്ത്യയിൽ ചേക്കുട്ടിക്ക് വിലയിട്ടിരിക്കുന്നത്. UAE-യിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിന് 10 ദിർഹംസാണ് വിലയിട്ടിരിക്കുന്നത്. വളരെ തുച്ഛമായ തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ടും ഇപ്പോൾ UAE-യിലെ സംബന്ധിച്ചോളം ഈ ഒരു തുകയിൽ നിന്ന് ആ ചേന്നമംഗലം യൂണിറ്റിലേക്കുള്ള തുക ഓൾറെഡി കൊടുത്തിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും പോകുന്നു. ഈ ഒരു പ്രവർത്തനത്തിന് അങ്ങേയറ്റം ശ്ലാഘിക്കണം. എന്തായാലും ഈ ഒരു അവസരത്തിൽ ചാനൽ ഡിയോടൊപ്പം ചേരാനും ഈ വിഷയങ്ങളൊക്കെ പറയാനും സമ്മതിക്കാനും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വളരെയധികം നന്ദി. തിരക്കിട്ട യാത്രയാണെന്നറിയാം, എത്തിച്ചേർന്നതിന് വളരെയധികം സന്തോഷം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കഫേ ഡി സ്റ്റോറീസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മറ്റ് കഥകളുമൊക്കെയായി ഇനി ഒരിക്കൽ കൂടിച്ചേരാം. നന്ദി, നമസ്കാരം.